ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡി ബ്ലോക്ക് അതുപോലെ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, അതുപോലെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ്, പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്താണ്? അതിലെ വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഏതിലേക്കായിരിക്കും? അത് ഡി സബ്ഷെല്ലിലോട്ടാണ് അല്ലെങ്കിൽ ഡി ഓർബിറ്റലിലോട്ടാണ് എന്ത് എൻ്റർ ചെയ്യുന്നത് അല്ലേ? പ്രത്യേക കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഇവിടെ എന്താണ് പെനൾട്ടിമേറ്റ് ഷെല്ലിലേക്കാണ് എൻ്റർ ചെയ്യുക. അതായത് N-1th ഷെല്ലിലേക്കാണ് വാലൻസ് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത്. പിന്നെ ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിന് നമ്മൾ എന്ത് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയാറുണ്ട്. അതിന്റെ റീസൺ എന്താ പറഞ്ഞിരുന്നത്? അതായത് നമുക്കറിയാം എസ് ബ്ലോക്ക് എലമെന്റ്സ് ഒക്കെ എന്താണ് മെറ്റൽസ് ആണ്. പിന്നെ പി ബ്ലോക്ക് എലമെന്റ്സ് പറഞ്ഞാൽ അതെന്ത് മെറ്റൽസ് ഉണ്ട്, അതിൽ മെറ്റലോയിഡ്സ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്. അപ്പൊ ആ ഒരു ട്രാൻസിഷൻ നടക്കുന്ന ആ ഒരു റീജിയൻ ആണല്ലോ നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഡി ബ്ലോക്കിനെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നും പറയാറുണ്ട്. പിന്നെ ഒരു കാര്യം, IUPACന്റെ ഡെഫിനിഷൻ പ്രകാരം ട്രാൻസിഷൻ എലമെന്റ്സിൽ എന്ത് പെടില്ല? അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സിലെ ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റൽ ആണെങ്കിലോ അല്ലെങ്കിൽ എന്ത് അതിന്റെ അയോണിക് സ്റ്റേറ്റിലോ ആറ്റോമിക് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അയോണിക് സ്റ്റേറ്റിലോ ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റൽ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കില്ല? അതിനെ ട്രാൻസിഷൻ എലമെന്റ് വിളിക്കില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന അതായത് സിങ്ക്, കാഡ്മിയം, അതുപോലെ മെർക്കുറി, കോപ്പർനീഷ്യം, ഇതൊക്കെ എന്താണ്? ഇതിനൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെയൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കിയാലും അതുപോലെ എന്ത് ആറ്റോമിക് സ്റ്റേറ്റിൽ നോക്കിയാലും അതിന്റെ ഡി ഓർബിറ്റൽ എന്താണ്? ഫിൽഡ് ആണ്. അപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാണ് എന്താണ്? അതായത് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ നിങ്ങൾ എന്ത് എല്ലാ എലമെന്റ്സിനും നമ്മൾ ഡി ബ്ലോക്കിൽ എല്ലാ എലമെന്റ്സിനും നമ്മൾ പറയാറില്ല. പക്ഷെ ശരിക്കുള്ളത് എന്താണ്? ശരിക്കുള്ളത് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഇൻ ആറ്റമിക് ഓർ അയോണിക് സ്റ്റേറ്റ് ആണ് എന്ത് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കൂ. N-1 D 1 to 10 NS 0 to 2. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇവിടെ എന്താണ് ഡി സബ്ഷെല്ല് പെനൾട്ടിമേറ്റ് ഷെല്ലിലേക്കാണ് എന്ത് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ N-1 D 1 to 10 അല്ലെ, 1 മുതൽ 10 വരെ. ദെൻ എസ് ഓർബിറ്റലിൽ 0 അല്ലെങ്കിൽ 0 to 2 വരെ വരാം. അപ്പോൾ ഇതാണ് എന്ത് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്കാൻഡിയത്തിനെ നോക്കുകയാണെങ്കിൽ അതിന്റെ കോൺഫിഗറേഷൻ എത്ര വരുന്നത് നോക്കൂ. 3D1 ആർഗൺ, 3D1 4s2 ആണ് സ്കാൻഡിയത്തിന്റെ വരുന്നത് അല്ലേ? ഇനി അയൺ ആണെങ്കിൽ നമുക്കറിയാം അയൺ എത്രയാണ്? അയണിന്റെ 26 ആണല്ലോ ആറ്റോമിക് നമ്പർ. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ ആർഗൺ 3D6 4s2 ആണെന്ത് നമ്മുടെ അയണിന്റെ കോൺഫിഗറേഷൻ വരുന്നത്. ഇനി കോപ്പർ നോക്കുകയാണെങ്കിൽ കോപ്പറിന്റെ എത്രയാണ്? ആർഗൺ 3D10 4s1. ഇതിന്റെ എക്സെപ്ഷൻ ആണ്. നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ടുള്ളത് എസിന്റെ എന്താണ് എസ് 4s ആണെങ്കിൽ അതിന് തൊട്ടുമ്പത് ഷെല്ലിലേക്കാണ് എന്ത് ഡി വരിക. ഓക്കെ, 3D ദെൻ 4s അങ്ങനെയാണ് വരിക. ഇനി നേരെ തിരിച്ച് ഇനിയിപ്പോ എന്ത് നിങ്ങൾക്ക് അടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ 5s അതുപോലെ 4D ഇങ്ങനെ ആയിരിക്കും അതിന്റെ കോമ്പിനേഷൻ വരുന്നത്. അപ്പൊ ഇതിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് നോക്കാം. ഒന്ന്, ഡി ബ്ലോക്ക് എലമെന്റ്സ് കാണപ്പെടുന്നത് ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ്? അതായത് 3 മുതൽ 12 വരെ ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് കോമൺ ആയിട്ട് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ പീരീഡ് നോക്കുകയാണെങ്കിൽ 4 മുതൽ 7 വരെ, അതായത് എന്താ 4, 5, 6, 7 പീരീഡിലായിട്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് കാണപ്പെടുന്നത്. അതേപോലെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ 3 മുതൽ 12 ഗ്രൂപ്പ് വരെ, അതാണ് എന്ത് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഇനി അതിൽ തന്നെ നമ്മൾ 4 പീരീഡ് ഉണ്ട് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഓരോ പീരീഡിലും നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒന്നാമത്തെ പീരീഡിനെയാണ് നമ്മൾ എന്ത് 3D സീരീസ് എന്ന് വിളിക്കുക. ഇനി പീരീഡ് 5 കാണപ്പെടുന്നതിനെയാണ് 4D സീരീസ് എന്ന് വിളിക്കുക. ദെൻ 5D സീരീസ്, 6D സീരീസ്, അങ്ങനെ 4 സീരീസ് ആയിട്ട് എന്ത് നമ്മൾ ഇതിനെ പറയാറുണ്ട്. ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പറയാറുണ്ട് 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ്, ദെൻ 6D സീരീസ്. ഓക്കെ, അപ്പൊ അതിൽ ജസ്റ്റ് അതിലെ എലമെന്റ്സ് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെയാണ് എന്ത് 3D സീരീസ് വരുന്നത്. അതുപോലെ 4D ആണെങ്കിൽ ഇട്രിയം മുതൽ കാഡ്മിയം വരെയൊക്കെയാണ് എന്ത് അതിന്റെ സീരീസ് വരുന്നത്. നമുക്ക് നമ്മുടെ പീരിയോഡിക് ടേബിൾ ജസ്റ്റ് നോക്കൂ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഇതാണ് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഇല്ലേ?
അപ്പൊ ഇതാണ് ഫസ്റ്റ് നമ്മുടെ 3D സീരീസ്. സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള അതാണെന്ത് നമ്മൾ 3D സീരീസ് എന്ന് വിളിക്കുന്നത്. ദെൻ 4D സീരീസ് ആണെങ്കിൽ യട്രിയം മുതൽ കാഡ്മിയം വരെയാണ് നമ്മുടെ 4D സീരീസ് ഉള്ളത്. ഇനി 5D ആണെങ്കിൽ നമ്മൾ പൊതുവെ പറയാറുള്ളത് എന്താണ്, ഹാഫ്നിയം മുതൽ മെർക്കുറി വരെയാണ്. ഓക്കെ, ഇവിടെ ശരിക്കും ഒരാൾ കൂടെ ഉണ്ട്, ലാന്തരം ഉണ്ട്. പക്ഷെ എന്ത് നമ്മൾ ലാന്തരത്തിന് പൊതുവെ അത് ഡി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ കൂടി അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്ത് എഫ് ബ്ലോക്ക് എലമെന്റ്സിനായിട്ട് സിമിലർ ആയതുകൊണ്ട് അതിന് പൊതുവെ അങ്ങനെ പറയാറില്ല. എന്തായാലും ലാന്തനം ശരിക്കും എന്ത് ഡി ബ്ലോക്ക് എലമെന്റ് തന്നെയാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. പൊതുവെ നമ്മൾ ലാന്തനത്തിന് എന്ത് എഫ് ബ്ലോക്ക് എലമെന്റ് ആയിട്ടൊക്കെയാണ് എന്ത് പൊതുവെ കൺസിഡർ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പൊതുവെ എന്താണ് എഫ് ബ്ലോക്ക് എലമെന്റുമായിട്ട് കമ്പയറബിൾ ആണ്. അപ്പോൾ ഇനി 6D സീരീസ് ആണെങ്കിൽ റൂദർഫോർഡിയം മുതൽ കോപ്പർനീഷ്യം വരെയാണ് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഓരോ സീരീസ് ആയിട്ട് നോക്കാം. ഇനി നമ്മൾ ഇനി പഠിക്കുന്ന എഫ് ബ്ലോക്ക് എലമെന്റ്സ് നോക്കൂ. അപ്പൊ ഇവിടെ താഴത്ത് കൊടുത്തിട്ടുള്ള ഇതാണെന്ത് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ലാന്തനം മുതൽ ലുട്ടീഷ്യം വരെ അതാണെന്ത് ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത്. ഇനി ആക്ടിനോയിഡ്സ് ആണെങ്കിൽ അതാണെന്ത് നമ്മുടെ ആക്ടിനിയം മുതൽ ലോറൻഷ്യം വരെ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് എന്തായാലും അത് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിന്റെ ഓരോ ഫീച്ചേഴ്സ് നോക്കാം. അപ്പൊ ഇതിന്റെ മെറ്റാലിക് പ്രോപ്പർട്ടി എങ്ങനെ വരാം നിങ്ങൾ പറയൂ. പൊതുവെ എന്താ ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഒക്കെ എന്ത് തന്നെയാണ്, എല്ലാവരും മെറ്റൽസ് തന്നെയാണ്. പിന്നെ ഒരു കാര്യം, എല്ലാവരും എന്ത് ഹാർഡ് മെറ്റൽ തന്നെയാണ്. പക്ഷെ അതിൽ രണ്ട് എക്സെപ്ഷൻസ് വരുന്നുണ്ട്. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അതായത് ഡി ബ്ലോക്കിലെ എല്ലാ എലമെന്റ്സും എന്താണ് വെരി ഹാർഡ് എലമെന്റ്സ് ആണ്, ഹാർഡ് മെറ്റൽസ് ആണ്. അതിൽ സിങ്ക്, ദെൻ കാഡ്മിയം, മെർക്കുറി, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ അത്ര ഹാർഡല്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്കറിയാം മെർക്കുറിന്റെ പ്രോപ്പർട്ടി അറിയാലോ. അല്ലെങ്കിൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിലൊക്കെ ലിക്വിഡ് സ്റ്റേറ്റ് കാണപ്പെടുന്ന ഒരു മെറ്റലാണ് ഏത്, മെർക്കുറി. അപ്പോൾ പിന്നെ അതേപോലെ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്താണ് ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. അതുപോലെ നല്ലൊരു തെർമൽ കണ്ടക്ടർ, അതായത് ഹീറ്റും അതുപോലെ ഇലക്ട്രിസിറ്റി നന്നായിട്ട് കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് എന്ത് ഡി ബ്ലോക്ക് എലമെന്റ്സ്. പിന്നെ ഇവരെന്ത് കാണിക്കുന്നുണ്ട്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അതിന്റെ റീസൺ എന്താ ചോദിച്ചാൽ ഇവിടെ എന്താണ് N-1Dയും അതുപോലെ NS ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ്. ഇനി ഇവ എന്ത് കാണിക്കുന്നുണ്ട്, കളേർഡ് കോമ്പൗണ്ട്സ്, മിക്ക ആളുകളും കളേർഡ് കോമ്പൗണ്ട്സ് കാണിക്കുന്നുണ്ട്. അതിന്റെ റീസൺ എന്താ ചോദിച്ചാൽ ഇതിന്റെ ഇടയിലുള്ള ഡി ഓർബിറ്റുകൾ തമ്മിൽ എന്ത് DD ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ഇതിൽ മിക്ക ആളുകളും തന്നെയാണ് പാരാമാഗ്നറ്റിക് നേച്ചർ ആണ്. കാരണം ഇവിടെ ഡി ഇലക്ട്രോൺസ് എന്ത് അല്ലെങ്കിൽ അൺപെയർഡ് ഡി ഇലക്ട്രോൺസ് കാണപ്പെടുന്നത് കൊണ്ട് തന്നെ മിക്ക ആളുകളും എന്താണ് പാരാമാഗ്നറ്റിക് ആണ്. ഡയമാഗ്നറ്റിക് ആളുകളുണ്ട്, അത് നമുക്ക് എന്തായാലും ഓരോന്ന് നോക്കാം. മോസ്റ്റ്ലി എന്താണ് പാരാമാഗ്നറ്റിക് ആണ്. ഇനി ഇതിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് മിക്ക ആളുകളും കാറ്റലിസ്റ്റ് ആയിട്ട് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺ നിങ്ങൾക്ക് അറിയാലോ. കാരണം എന്താണ്, ഇതിന്റെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതുപോലെ എന്താണ് ഇതിന്റെ സർഫസ് അബ്സോർപ്ഷൻ എബിലിറ്റി ഒക്കെ കൊണ്ടാണ്. ഓക്കെ, പിന്നെ അതുപോലെ എന്ത് ഡി ബ്ലോക്ക് എലമെന്റ്സ് കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നുണ്ട് ഇല്ലേ, കോംപ്ലക്സ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ട്. ദെൻ ഇവയുടെ മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ എന്ത് സംഭവിക്കുന്നു, മെൽറ്റിംഗ് പോയിന്റ് ആവട്ടെ ബോയിലിംഗ് പോയിന്റ് ആവട്ടെ, ഇതിനൊക്കെ എന്താണ് ഇതൊക്കെ ഹൈ മെൽറ്റിംഗ് പോയിന്റും അതുപോലെ ഹൈ മെൽറ്റിംഗ് പോയിന്റും രണ്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഹൈ മെൽറ്റിംഗ് പോയിന്റും അതുപോലെ ഹൈ ബോയിലിംഗ് പോയിന്റും കാണിക്കുന്നുണ്ട് എന്ത് ഡി ബ്ലോക്ക് എലമെന്റ്സ്. പിന്നെ ഇവ അലോയ്സ് ഫോം ചെയ്യില്ലേ, അലോയ്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ടത്. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് അലോയ്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോ ബ്രാസ് ഒക്കെ കോമൺ ആയിട്ട് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഇപ്പൊ ബ്രാസ് എന്ന് പറഞ്ഞാൽ അത് ഏതിന്റെയൊക്കെ മിക്സ്ചർ ആണ്, കോപ്പറിന്റെയും അതുപോലെ സിങ്കിന്റെ മിക്സറിനെ നമ്മൾ എന്ത് വിളിക്കുക, ബ്രാസ് എന്ന് വിളിക്കുക അല്ലെ. ഇനി ബ്രോൺസ് ആണെങ്കിലും അത് അങ്ങോട്ട് എല്ലാവർക്കും മാറിപ്പോകുന്നതാണ്. ബ്രാസും ബ്രോൺസിൽ ഏതൊക്കെയാ ഉള്ളത്, ബ്രോൺസിലാണെങ്കിൽ കോപ്പറും ടിന്നും ആണുള്ളത്. സിയും SNും കൂടിയിട്ടാണ് ബ്രോൺസ് ഉള്ളത്. അതേസമയം ബ്രാസിലാണെങ്കിൽ കോപ്പറും സിങ്കും കൂടി ചേർന്ന അലോയ് ആണ് എന്ത് ബ്രാസ്. ഓക്കെ,
പിന്നെ നിങ്ങൾ അൽനിക്കോ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഇപ്പൊ സ്റ്റീലൊക്കെ ആണെങ്കിൽ എന്താണ്, സ്റ്റീൽ ശരിക്കും എന്താണ്, അലോയ് അല്ലേ? ഓക്കെ. പിന്നെ ഇതിന്റെയൊക്കെ പ്രോപ്പർട്ടീസ് എന്താ, അലോയ് ആകുമ്പോൾ ഇതിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, അതുപോലെ എന്താണെന്ന് കൂടി ഹാർഡ് ആയിരിക്കും എന്ത് അലോയ്സ് ഉണ്ടാവുക അല്ലേ? പിന്നെ വേറൊരു പ്രോപ്പർട്ടിയാണ് ഇവരെന്ത് കാണിക്കുന്നുണ്ട്, ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്. നേരത്തെ നമ്മൾ കോംപ്ലക്സ് ഫോം ചെയ്യുന്ന പോലെ തന്നെ ഈ മെറ്റൽസ് എന്ത് ചെയ്യും, ഇതിന്റെ ക്രിസ്റ്റൽസിന്റെ ഇടയിൽ ഇതിന്റെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റുകൾ ഉണ്ടാവുമല്ലോ, അതിൽ ചെറിയ എലമെന്റ്സ്, അതായത് ഇപ്പോൾ ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ തുടങ്ങിയ ആറ്റംസ് എന്ത് ചെയ്യും, ഇതിന്റെ ഈ മെറ്റൽസിന്റെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ വന്ന് ട്രാപ്പ് ചെയ്യും. ഓക്കെ. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഇപ്പൊ നിങ്ങൾ ടൈറ്റാനിയം കാർബൈഡ് എടുക്കുകയാണെങ്കിൽ, അതായത് TiC, അതിലെന്താണ് ഇതിന്റെ ടൈറ്റാനിയത്തിന്റെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലാണ് ആര് കാണപ്പെടുന്നത്, കാർബൺ ട്രാപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് TiC ഫോം ചെയ്യുന്നത്. അതേപോലെ വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ Mn4n. ഓക്കെ, അതായത് നൈട്രജൻ എന്ത് ചെയ്യും, മാഗ്നീസിന്റെ ആ സൈറ്റിൽ എന്ത് ചെയ്യും, ട്രാപ്പ് ചെയ്ത് നടക്കും. അപ്പൊ ഇതിനൊക്കെ സ്വാഭാവികമായിട്ടും ഇതിന്റെ പ്രോപ്പർട്ടി എന്താണ്, ഇവർക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, അതുപോലെ ഹാർഡ് ആണ്. പിന്നെ ഒരു കാര്യം നോട്ട് ചെയ്യുക, ഇവർ ഇനേർട്ട് ആണ്. ഓക്കെ, ഈ ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ടുകൾ ഇനേർട്ട് ആണ്. അതുപോലെ അതിന്റെ കണ്ടക്ടിവിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് നഷ്ടപ്പെടുന്നൊന്നുമില്ല, റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഇനി കാറ്റലിസ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അതിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയൂ. യെസ്, V2O5. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷനിൽ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് വനേഡിയം പെന്റോക്സൈഡ്. അതായത് നമ്മളെ അതിനെ കോണ്ടാക്ട് പ്രോസസ് എന്ന് വിളിക്കുക അല്ലേ? അതുപോലെ നമ്മള് ഹേബർ പ്രോസസ്സിൽ ആരെ യൂസ് ചെയ്യുന്നുണ്ട്, ഫൈനലി ഡിവൈഡഡ് അയണിനെ യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ, Fe യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈഡ്രോജനേഷൻ റിയാക്ഷനിൽ ആരെ യൂസ് ചെയ്യാറുണ്ട്, നിക്കലിനെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാ, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും. ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞതാണ്, അതായത് സിങ്ക്, കാഡ്മിയം, അതുപോലെ മെർക്കുറി, പിന്നെ ഒരാൾ കൂടെ ഉണ്ട്, ഇത് നമ്മുടെ കോപ്പർനീഷ്യം. ഇവർക്കൊക്കെ എന്താണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ആയതുകൊണ്ട് തന്നെ അതെന്ത് കാണിക്കുന്നില്ല, അതിന് നമ്മൾ ട്രൂ ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് പരിഗണിക്കാറില്ല. ഓക്കെ, അല്ലെങ്കിൽ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്താണ് ആ ട്രാൻസിഷൻ എലമെന്റിന്റെ ആ ഒരു ഡെഫിനിഷനിൽ വരാത്തത് കൊണ്ട് ഈ സിങ്ക്, കാഡ്മിയം, അതുപോലെ മെർക്കുറി, ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. കോപ്പർനീഷ്യം ഇവരൊന്നും എന്ത് ചെയ്യില്ല, ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് പൊതുവെ പരിഗണിക്കാറില്ല. അത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, ഇപ്പൊ സിങ്കിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സിങ്കിന്റെ കോൺഫിഗറേഷൻ നിങ്ങൾ നോക്കൂ. സിങ്കിന്റെ ആണെങ്കിൽ നമുക്കറിയാം 30 ആണല്ലോ ആറ്റോമിക് നമ്പർ. അപ്പൊ നോക്കുകയാണെങ്കിൽ ആർഗൺ 3d10 ആണ് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ എന്താണ് ഡി ഓർബിറ്റിൽ എന്താ സംഭവിക്കുന്നത്, ഡി ഓർബിറ്റില് കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലേ? അപ്പൊ ഡി ഓർബിറ്റിൽ ഫിൽഡ് ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്ത് കിട്ടില്ല, അത് നമ്മൾ ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. ഇനി നോക്കാം വേറൊരു കേസ് എന്താണ്, ഇതിന്റെ അയോണിക് ഫോം എന്താണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ആണോ നോക്കുകയാണ്. അപ്പൊ ഇവിടെ Zn2+ നോക്കാം. ഇതാണല്ലോ ഇതിന്റെ സ്റ്റേബിൾ അയോണിക് ഫോം, Zn2+. അത് നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് 3d10 വരും. ആ ഫോറസ്റ്റിൽ 2 പോയി, ബാക്കി 3d10 വരുന്നുണ്ട്. ആ സമയത്ത് നോക്കുകയാണെങ്കിൽ എന്ത് തന്നെയാണ്, ഇത് ഡി ഓർബിറ്റിൽ എന്താണ്, ഫിൽഡ് ആണ്. മനസ്സിലായല്ലോ? അപ്പോ അതുകൊണ്ടാണ് എന്ത് സിങ്കിനെ നമ്മളെന്ത് ഒരു ട്രൂ ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് പരിഗണിക്കാത്തത്. അതേ കേസ് തന്നെയാണ് എന്ത് കാഡ്മിയം വരുന്നത്, അതുപോലെ മെർക്കുറി ഒക്കെ വരുന്നത്. അത് എക്സാമിന് നിങ്ങൾക്ക് എലമെന്റ്സ് തന്നിട്ട് അതിൽ ഏതൊക്കെയാണ് ട്രാൻസിഷൻ എലമെന്റ് അല്ലാത്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സീരീസിനെ കുറിച്ച് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് 3D സീരീസ്. ഇത് ഏത് പീരീഡിലാണ് കാണപ്പെടുന്നത്, പീരീഡ് 4ലാണ് എന്ത് 3D സീരീസ് കാണപ്പെടുന്നത്. അത് നോക്കൂ. പിന്നെ അതുപോലെ ഗ്രൂപ്പുകളാണെങ്കിൽ എന്ത്, നേരത്തെ പറഞ്ഞ പോലെ ഏത് സീരീസ് ആണ്, 3D ആവട്ടെ 4D സീരീസ് ആവട്ടെ, എല്ലാത്തിന്റെയും ഗ്രൂപ്പ് ഒക്കെ തന്നെയാണ് 3 മുതൽ 12 ഗ്രൂപ്പ് വരെ തന്നെയാണല്ലോ. എലമെന്റ്സ് നോക്കൂ, സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള എലമെന്റ്സ് ആണെന്ത് നമ്മുടെ 3D സീരീസിൽ വരുന്നത്. നമുക്ക് എന്തായാലും ഓരോന്നിന്റെ ഫീച്ചേഴ്സ് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ സ്കാൻഡിയം ആറ്റോമിക് നമ്പർ എന്ത് 21 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കൂ, 3d1 4s2. പിന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് വരുന്നത്
+3 ആണ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇതില് സ്കാൻഡിയത്തിനും അതുപോലെ സിങ്കിനും എന്താണ് ഒറ്റ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡി ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം എന്താണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞു. പക്ഷെ ഇതിൽ എക്സെപ്ഷൻസ് വരുന്ന ആളുകളാണ് ആര്? സ്കാൻഡിയം +3 മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിന്റെ റീസൺ എന്താ? ഇവിടെ നോക്കൂ, കോൺഫിഗറേഷൻ നോക്കൂ. ഇവിടെ 4s2ഉം 3d1 ഇതിൽ അപ്പൊ 3 പോയി കഴിഞ്ഞാലാണല്ലോ Sc+ ആവുക. അപ്പൊ ആ സമയത്ത് ഇത് എന്തിന്റെ കോൺഫിഗറേഷൻ പോലെയാവും? നമ്മുടെ നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യും. അതായത് ഹൈലി സ്റ്റേബിൾ ആയി മാറും. അതുകൊണ്ടാണ് +3 എന്ത് ചെയ്യുന്നുള്ളത് ഹൈലി സ്റ്റേബിൾ ആയിട്ട് കാണപ്പെടുന്നത്. ഇനി അടുത്ത ആളാണ് ടൈറ്റാനിയം. ടൈറ്റാനിയത്തിന്റെ ഇത് വരുന്നത് നോക്കൂ, ഓക്സിജൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ +2, +3, +4 വരുന്നുണ്ട്. ഇതില് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് എന്താണ്? +4 ആണ് പൊതുവെ കാണപ്പെടുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ TiO2 ടൈറ്റാനിയം ഡയോക്സൈഡ് എടുക്കുകയാണെങ്കിൽ അതിലെന്താണ് ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? Ti-ൻ്റെത് +4 ആണ് വരുന്നത്. ഓക്കെ. ഇനി അടുത്തത് വനേഡിയം. വനേഡിയത്തിനാണെങ്കിൽ +2 ഉണ്ട്, +3 ഉണ്ട്, +4 ഉണ്ട്, +5 വരെ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ +5ന്റെ ഒരു എക്സാമ്പിൾ ആണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ വനേഡിയം പെന്റോക്സൈഡ്. ഇപ്പൊ V2O5 എടുക്കുകയാണെങ്കിൽ അതിലെന്താണ് വനേഡിയത്തിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എത്ര വരുന്നത്? +5 ആണ് വരുന്നത്. ഇനി അടുത്ത ആളാണ് ക്രോമിയം. ഇതൊരു എക്സെപ്ഷൻ വരുന്ന കേസാണ്. ഇവിടെ നോക്കുക, ക്രോമിയത്തിന്റെ ആറ്റം നമ്പർ 24 ആണല്ലോ. അത് നമ്മൾ ജനറലി പ്രതീക്ഷിക്കുന്ന ഒരു കോൺഫിഗറേഷൻ എന്താണ്? നമ്മൾ എഴുതുമ്പോൾ ആർഗൺ വരെ 18, പിന്നെ അടുത്തത് 3D-യില് 6ഉം 4s-ല് ആർഗൺ, പിന്നെ 4s-ല് 2, ദെൻ 3D-യില് 4. ഇങ്ങനെയാണ് എന്ത് നമ്മൾ നോർമലി പ്രതീക്ഷിക്കുക ക്രോമിയത്തിന്റെ. പക്ഷെ ഇവിടെ എന്താണ് നമുക്കറിയാം, ഇവര് ഹാഫ് ഫിൽഡ് ഓർബിറ്റിൽ എന്താണ് ഒന്നുകൂടി സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ശരിക്കും ഇതിന്റെ ക്രമം വരുന്നത് എങ്ങനെയായിരിക്കും? 3D5 4s1 അങ്ങനെയാണ് ഇതിന്റെ കോൺഫിഗറേഷൻ വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ആ എക്സെപ്ഷൻ ഓർത്ത് വെക്കുക. ഈ കേസിൽ എന്താണത് ഹൈലി ഹാഫ് ഫീൽഡ് ഓർബിറ്റിൽ സ്റ്റേബിൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഇവിടെ വരുന്നത്. സോ ആ എക്സെപ്ഷൻ കാണിക്കുന്നത് നോട്ട് ചെയ്യണം. പിന്നെ ഇതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് ഏതൊക്കെയാണ് വരുന്നത്? +2 വരുന്നുണ്ട്, +3 വരുന്നുണ്ട്, +6 വരുന്നുണ്ട്. പിന്നെ പൊതുവെ ഒരു കാര്യം നോക്കണമെങ്കിൽ എന്താണ് മിക്ക ആളുകളും അല്ലെങ്കിൽ ഈ 3D സീരീസിലെ മിക്ക ആളുകളുടെയും ഓക്സിജൻ സ്റ്റേറ്റ് കോമൺ ഒരു ഓക്സിജൻ സ്റ്റേറ്റ് പറയുകയാണെങ്കിൽ +2 ആണ്. എക്സെപ്റ്റ് സ്കാൻഡിയം. സ്കാൻഡിയത്തിന്റെ +3 ആണെന്ന് എന്തായാലും ഓർത്ത് വെക്കുക. പിന്നെ അടുത്ത ആളാണ് ആര്? മാംഗനീസ്. ആറ്റോമിക് നമ്പർ 25 ആണ്. അതിന്റെ കോൺഫിഗറേഷൻ നിങ്ങൾക്ക് അറിയാം, എന്താ? 3D5 4s2 ഹൈലി സ്റ്റേബിൾ ആണ്. കാരണം എന്താ? ഹാഫ് ഫീൽഡ് ഓർബിറ്റിൽ വന്നതുകൊണ്ട് തന്നെ. ഇനി ഇതിനാണ് എന്ത് എക്സാം ചോദിക്കുന്നതാണ്, മാക്സിമം നമ്പർ ഓഫ് ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആരാണ്? 3D സീരീസിൽ മാംഗനീസ് ആണ്. +2 മുതൽ +7 വരെ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതിൽ തന്നെ മാംഗനീസിന്റെ ഏറ്റവും കോമൺ ആയി കാണപ്പെടുന്നത് എന്താണ്? +2 ആണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ഓക്കെ. ഇനി അടുത്ത് നോക്കൂ, അടുത്തത് അയൺ. അയണിന്റെ ആറ്റം നമ്പർ 26. കോൺഫിഗറേഷൻ വരുന്നത് 3D6 4s2 എന്നാണ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത് 2+2, അതുപോലെ Fe2+, അതുപോലെ Fe3+, ഇങ്ങനെ 2 ഫോമിലാണ് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. ദെൻ കോബാൾട്ട് ആണെങ്കിൽ എന്താ? അതിനും +2 +3 കോൺഫിഗറേഷൻ കാണപ്പെടുന്നു. ദെൻ നിക്കൽ ആണെങ്കിൽ നിക്കലിനും എന്ത്? +2 +3. കോപ്പർ ആണെങ്കിൽ ഇവിടെ എക്സെപ്ഷൻ വരുന്നുണ്ട്, അത് നോട്ട് ചെയ്യുക. കോപ്പറിന്റെ കോൺഫിഗറേഷൻ എന്ത്? നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? പ്രതീക്ഷിക്കുന്നത് 3D9 4s2 എന്നാണ്. പക്ഷെ ശരിക്കുള്ളത് എന്താണ്? ശരിക്കും വരുന്നത് 3D10 4s1. അതിന്റെ റീസൺ എന്താ വെച്ചാൽ നമുക്കറിയാം, ഡി ഓർബിറ്റിൽ എന്താണ് ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റിൽ അത് ഹൈലി സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അത് അച്ചീവ് ചെയ്യാനാണ് എന്ത് കോപ്പർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കോപ്പറിന്റെ കോൺഫിഗറേഷൻ 3D10 4s1 വന്നത്. ഇനി ഇവിടെ എന്താ അതിന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? +1ഉം +2 ആണ്. അതായത് Cu+ഉം അതുപോലെ Cu2+, ഈ 2 കേസുകളാണ് എന്ത് കോപ്പറിന്റെ ഉള്ളത്. ഇനി ലാസ്റ്റ് ആളാണ്, അല്ലെങ്കിൽ 3D സീരീസിലെ ലാസ്റ്റ് എലമെന്റ് ആണ് എന്ത്? സിങ്ക്. സിങ്കിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു 3D10 4s2 ആണ്. ഇതിന് ഒറ്റ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നുള്ളൂ. അതായത് +2Zn 2+ ആണ് സിങ്കിൽ കാണിക്കുന്നത്. ഇവിടെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക.
ഇതിന്റെ ഒരു പ്രോപ്പർട്ടി പറയുമ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഓരോ റിയാക്ഷൻ വരുന്ന സമയത്തൊക്കെ ഇതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇതിൽ പറഞ്ഞതിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ എന്താണ് സിങ്ക് ഒറ്റ ഒരു ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നുള്ളൂ. അതുപോലെ സ്കാൻഡിയം എത്രണ്ണേ കാണിക്കുന്നുള്ളൂ? ഒന്നേ കാണിക്കുന്നുള്ളൂ. ബാക്കി അപ്പൊ നോക്കുകയാണെങ്കിൽ ഈ ആ ഒരു ഡി ബ്ലോക്ക് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ സീരീസ് എടുക്കുക, 3D സീരീസ് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് കാണുന്ന ആളും അതുപോലെ ലാസ്റ്റ് കാണുന്ന ആൾക്കും എന്താണ് പൊതുവെ ലെസ്സർ നമ്പർ ഓഫ് ഓക്സിജൻ സ്റ്റേറ്റ് ആണ് ഉള്ളത്. അതേസമയം നടുക്കുള്ള മാംഗനീസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ എന്താണ് നടുക്കുള്ള ആളുകൾക്ക് ഒരുപാട് ഓക്സിജൻ സ്റ്റേറ്റ് പോസിബിൾ ആണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ അറിഞ്ഞു വെക്കുക. അപ്പൊ ഇത് ഓക്കെ അല്ലേ? അപ്പൊ എന്തുകൊണ്ട് വേരിയബിൾ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ചോദിച്ചാൽ എന്താണ്, ഇവിടെ 3D ഓർബിറ്റലും അതുപോലെ 4s ഓർബിറ്റലും തമ്മിൽ എന്താണ് പ്രത്യേകിച്ച് വലിയ എനർജി ഡിഫറൻസ് ഇല്ല, അല്ലെങ്കിൽ എന്താണ് കമ്പയറബിൾ എനർജീസ് ആയതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേരിയബിൾ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അതേപോലെ ഈ 3D ഓർബിറ്റിലും 4s ഓർബിറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ബോണ്ടിങ്ങിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണ്, നമ്മുടെ ഈ ലോവർ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആളുകളാണ് ഇപ്പൊ കോബാൾട്ട്, നിക്കല്, കോപ്പർ, സിങ്ക്. ഇതിനൊക്കെ പൊതുവെ സ്റ്റേബിൾ ആയിട്ടുള്ള എന്താണ് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എന്ത് സ്റ്റേബിൾ ആയിട്ട് ഉള്ളത്. ഇനി നമ്മൾ ഇതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ട്രാൻസിഷൻ മെറ്റൽസ് ഒക്കെ എന്താണ് മിക്ക ആളുകളും പാരാമാഗ്നറ്റിക് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എങ്ങനെ നമുക്ക് പാരാമാഗ്നറ്റിക് ആയി പറയാൻ പറ്റും? അതായത് അവിടെ ഡി ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസ് എന്താണ് അൺപെയർഡ് ഇലക്ട്രോൺസ് കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അവിടെ എന്തുണ്ട് അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതെന്തായിട്ട് ആക്ട് ചെയ്യും, പാരാമാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി അവിടെ നിങ്ങൾ നോക്കാം ഡി ഓർബിറ്റലില് പെയർഡ് ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്താണ് അവിടെ ഡയാമാഗ്നറ്റിക് ആയിട്ടാണ് ലഭിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ സിങ്ക് തന്നെ എടുക്കാം. സിങ്കിന്റെ കേസിൽ നോക്കൂ, സിങ്ക് പാരാമാഗ്നറ്റിക് ആണോ അതോ ഡയാമാഗ്നറ്റിക് ആണോ? നിങ്ങൾ നോക്കുക Z2+ എടുക്കാം. അപ്പൊ അതില് നിങ്ങൾ Z2+ പറയുമ്പോൾ അതിന്റെ ഡി ഓർബിറ്റിൽ എത്ര വരിക, 3D10 ആണോ ഉണ്ടാവുക. അപ്പൊ നോക്കാം, ഇനി അതിന്റെ നിങ്ങൾ വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 2, 4, 6, 8, 10. ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ഇവിടെ ഇത് പാരാമാഗ്നറ്റിക് ആയിട്ടല്ല ഡയാമാഗ്നറ്റിക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, Zn2+ ആക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതേപോലെ വേറെ എക്സാമ്പിൾ ഡയാമാഗ്നറ്റിക്കിന് നമ്മൾ നേരത്തെ സ്കാൻഡിയം, സ്കാൻഡിയത്തിന്റെ 3+ നോക്കൂ, സ്കാൻഡിയം 3+. അപ്പൊ ആ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര വരുന്നത്, 3D0 അല്ലേ വരുള്ളൂ. അവിടെ എന്തെങ്കിലും കാണപ്പെടുന്നുണ്ടോ? ഇല്ല. ഡി ഓർബിറ്റിൽ അവിടെ അല്ലെങ്കിൽ ഒരൊറ്റ ഇലക്ട്രോൺസ് അവിടെ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സ്കാൻഡിയം 3+ എന്താണ് ഡയാമാഗ്നറ്റിക് ആണ്. വേറെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതേപോലെ പറയാൻ പറ്റുമോ ഡയാമാഗ്നറ്റിക്കിന്? വേറെ എക്സാമ്പിൾ, കാരണം ഈ ഒരുപാട് ആൾക്കാർ പാരാമാഗ്നറ്റിക് ആണ് അതുകൊണ്ട് ഡയാമാഗ്നറ്റിക് എടുത്ത് പറയുന്നത്. പറയൂ, വേറെ ഏതൊക്കെ ഡയാമാഗ്നറ്റിക് ആയിട്ട് പറയാൻ പറ്റും? ആ അപ്പൊ ഓക്കെ അല്ലേ? അപ്പോ നേരത്തെ പറഞ്ഞ പോലെ സ്കാൻഡിയം 3+, സിങ്ക് 2+, ദെൻ TI ടൈറ്റാനിയം 4+, അതുപോലെ വനേഡിയം 5+, പിന്നെ Cu+. ഇതൊക്കെ എന്താണ്, ഇപ്പൊ നിങ്ങൾ നോക്കുക Cuവിന്റെ കോൺഫിഗറേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ നോക്കാം, അപ്പൊ കോപ്പറിന്റെ കോൺഫിഗറേഷൻ 3D10 4s1 ആണ്. ഇവിടെ Cu+ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഒരു ഇലക്ട്രോൺ പോയല്ലോ, അപ്പൊ ബാക്കി 3D10 മാത്രമല്ലേ വരുള്ളൂ. അപ്പൊ 3D10 മാത്രം വരികയാണെങ്കിൽ അവിടെ ഡി ഓർബിറ്റ് എന്താ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്തായിട്ട് മാറും, Cu+ എന്താണ് അത് ഡയാമാഗ്നറ്റിക് ആണ് അല്ലേ? അതേപോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ വനേഡിയത്തിന്റെ കേസ് നോക്കൂ. വനേഡിയത്തിന്റെ V+5 എടുത്ത് നോക്കാം. ആ കേസിലാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ
നോർമലി 3d3 4s2 ആണ്. ഇതിന്റെ +5 സ്റ്റേറ്റ് ആണെങ്കിൽ ഇവിടെ എന്തായിട്ട് മാറും? 3d0 ആയിട്ട് മാറും. അപ്പൊ ആ കേസിൽ എന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിൽ ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ ഒന്നെങ്കിൽ 3Dയിൽ ഒരു ഇലക്ട്രോൺസ് ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ എന്താ ഫുള്ളി ഫിൽഡ് അല്ലെങ്കിൽ ഡി ഓർബിറ്റലാണെങ്കിൽ അവിടെ അത് ഡയാമാഗ്നറ്റിക് ആയിട്ടും, അതേസമയം അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ അതെന്താണ്? അത് പാരാമാഗ്നറ്റിക് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതിന് ഇതിന്റെ ആ മാഗ്നറ്റിക് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക. മ്യൂ ഇസ് ഈക്വൽ ടു √n/n+2 ബോർ മാഗ്നറ്റോൺ. മ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാഗ്നറ്റിക് മൊമെന്റ് ആണ്, സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ്. സോ മ്യൂ ഈക്വൽ ടു √n/n+2 ബോർ മാഗ്നറ്റോൺ. ഇതിൽ n എന്താണ്? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. ആ ഡി ഷെല്ലിൽ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ അതിനെയാണ് നമ്മളിവിടെ സ്മോൾ n ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇപ്പോ ടൈറ്റാനിയം 3+ എടുക്കാം. നേരത്തെ 4+ അല്ല പറഞ്ഞത്. ടൈറ്റാനിയം 3+ ആണെങ്കിൽ നമുക്ക് അതിന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് ഡിന്റെ നോക്കാം. ഡിയിൽ വരുമ്പോ എത്ര വരിക? 3d1 എന്നാണ് വരുന്നത്. 3d1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? ഒരു അൺപെയർഡ് ഇലക്ട്രോൺ അല്ലേ? അപ്പോ നമുക്ക് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് വരുന്ന മ്യൂ ഈക്വൽ ടു എന്ത് വരും? √1 × 1+2. അപ്പൊ എത്രയാണ്? √3 എന്നാണ് വരിക അല്ലെ? അതിന്റെ വാല്യൂ എത്രയാണ്? 1.73. ഇനി ഇതേപോലെ നമുക്ക് ഏറ്റവും വലിയ വാല്യൂ വരുന്ന ആളാണ് ആര്? Mn2+, മാംഗനീസിന്റെ ഈ അയോണ് Mn2+. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. Mn2+ പറയുമ്പോൾ 3d5, Mn എന്ന് പറയുമ്പോൾ 3d5 4s2 ആണല്ലോ. അപ്പൊ അതിൽ 4s2 രണ്ടെണ്ണം പോയി കഴിഞ്ഞാൽ 3dയിൽ എത്ര വരും? 5 ആണ് ഉണ്ടാവുക. ഈ 5 എന്താണ്? 5ഉം അൺപെയർഡ് ആണ് അല്ലേ? 3, 4, 5 അല്ല. അപ്പൊ ഇതിൽ എത്ര ഉണ്ട്? Mn2+ൽ 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ ഈക്വൽ എത്ര വരും? √5 × 5+2, അതായത് 5 × 7, √35 എന്ന് വരും. അത് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ ഏകദേശം എത്ര വരും? 6ന്റെ അടുത്ത വാല്യൂ വരും. 5.92 ആണെന്ത് വാല്യൂ വരുന്നത്. അവിടെ Mn2+ ആണ് വളരെ വലിയ വാല്യൂ തരുന്നത്. ഇനിയിപ്പോ നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പൊ Cu2+ ആണെങ്കിൽ എന്ത് വരും നോക്കൂ. Cu2+ ആണെങ്കിൽ അതിലെന്ത് എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും? നിങ്ങൾ അതിന്റെ കോൺഫിഗറേഷൻ ആയി നോക്കിയാൽ മനസ്സിലാക്കാം. ലാസ്റ്റ് ഡി ഓർബിറ്റിൽ Cu2+ൽ 9 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അതിന്റെ വരച്ച് നോക്കൂ. 2, 4, 6, അതിൽ എത്ര ഉണ്ട്? എത്ര ഇലക്ട്രോൺസ് കാണപ്പെടുന്നുണ്ട്? ഇതില് Cu2+ ആണെങ്കിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എത്ര വരും? √3 ആണ് മാഗ്നറ്റിക് മൊമെന്റ് വരിക. അതായത് 1.73 ബോർ മാഗ്നറ്റോൺ ആണെന്ത് Cu2+ൽ വരുന്നത്. ഓക്കെ അല്ല? അപ്പൊ നിങ്ങൾക്ക് ഏത് അയോൺ കിട്ടിക്കഴിഞ്ഞാലും അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നേരെ എന്ത് ചെയ്താൽ മതി? അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്താൽ അതിൽ നിന്ന് എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഡി ഓർബിറ്റിൽ, പ്രത്യേകം നോട്ട് ചെയ്യുക, ഡി ഓർബിറ്റിൽ എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് അതാണ് എന്ത് സ്മോൾ ലെറ്റർ n. അത് കിട്ടിക്കഴിഞ്ഞാൽ മ്യൂ എന്ന് പറഞ്ഞാൽ √n/n+2 ബോർ മാഗ്നറ്റോൺ. അപ്പൊ ജസ്റ്റ് ഇവിടെ പറഞ്ഞതാണ് Mn2+ ആണെന്ത്. ഇവിടെ നമുക്ക് ആ ഒരു 3D സീരീസ് നോക്കുകയാണെങ്കിൽ Mn2+ വരെ എന്ത് ചെയ്യും? മാക്സിമം വാല്യൂ വരെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോകും. പിന്നെ Mn2+ എത്തിയ മാക്സിമം വാല്യൂ എത്തി. പിന്നെ എന്ത് ചെയ്യുക? കുറഞ്ഞ് വരികയാണ് ചെയ്യുക. ലാസ്റ്റ് Zn2+ എത്തുമ്പോൾ അത് 0യിലേക്ക് പോകും. ഓക്കെ അല്ലേ? അതിന് Mn2+ന് മാക്സിമം വരാൻ കാരണം എന്താ? അതിൽ 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം മാഗ്നറ്റിക് മൊമെന്റ് കാണപ്പെടുന്നു. അതുപോലെ Zn2+ ആണെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് അതിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്. ഇതിന്റെ 3D സീരീസിന്റെ ഇപ്പം 1-2 പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ നാം നേരത്തെ പറഞ്ഞതാണ്. എന്താ? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു, പാരാമാഗ്നറ്റിക് ആണ്. അതുപോലെ ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ള 1-2 ആൾക്കാരെ നമ്മൾ പറഞ്ഞു. പിന്നെ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്.
ഇല്ലേ? കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ മീൻസ് ഇവിടെ എന്താണ് രണ്ട് ഡി ഓർബിറ്റൽ തമ്മിൽ എന്ത് എനർജി ട്രാൻസിഷൻ നടക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ ട്രാൻസിഷൻ നടക്കുന്നത് കൊണ്ടാണ് എന്ത് ഈ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. ഡി ഇലക്ട്രോണിക് ട്രാൻസിഷൻ മൂലമാണ് കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഒന്ന് രണ്ട് കളേഴ്സ് നിങ്ങളൊന്ന് പറയൂ. അതായത് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോ വനേഡിയത്തിന്റെ 2+ ആണെങ്കിൽ അവിടെ വരുന്ന എന്താണ് അതില് കളറ് വയലറ്റ് ആണ് വരുന്നത്. വയലറ്റ് കളറാണ് വാനേഡിയത്തിന്റെ 2+ ആണ്. ദെൻ V3+ ആണെങ്കിലോ ആ കളർ വരുന്നത് ഗ്രീൻ ആണ്. ഇനിയിപ്പോ V4+ ആണെങ്കിൽ പർപ്പിൾ ആണ് വരുന്നത്. ദെൻ V5+ ആണെങ്കിലോ V5+ ആണെങ്കിൽ കളർലെസ് ആണ്. അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കും ഇപ്പൊ ഈ പറഞ്ഞതില് V2+ വയലറ്റ് കളർ ഉണ്ട്, V3+ലെ ട്രാൻസിഷൻ മൂലം അവിടെ എന്താണ് ഗ്രീൻ ഉണ്ട്, ഗ്രീൻ കളറാണ് വരുന്നത്. V4+ലാണെങ്കിൽ അതിൽ പർപ്പിൾ കളറാണ്, V5+ കളർലെസ് ആണ്. എന്തുകൊണ്ട് കളർലെസ് ആയി? അപ്പൊ നിങ്ങൾ ആലോചിക്കുക V5+ എന്ന് പറഞ്ഞാൽ അതിലെന്ത് ആ ഡി ഓർബിറ്റിൽ എന്താണ് നിങ്ങൾ എഴുതി നോക്കി മനസ്സിലാവും. V5+ ആകുമ്പോൾ അവിടെ 3D 0 ആണ് വരിക അല്ലേ? അപ്പൊ ഇവിടെ 3D 0 ആണെങ്കിൽ പിന്നെ ഇവിടെ നമുക്ക് DD ട്രാൻസിഷൻ നടക്കുവോ? ഇല്ല. മനസ്സിലായോ? അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോ ഡയാമാറ്റിക്കിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താ 3Dയില് 0യോ അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡോ ആണെങ്കിൽ അവിടെ എന്ത് കിട്ടില്ല? കളേർഡ് കോമ്പൗണ്ട്സ് കിട്ടില്ല. മനസ്സിലായല്ലോ? അതായത് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ DD ട്രാൻസിഷൻ നടക്കുവോ? ഇല്ലല്ലോ. ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ സിങ്കിന്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊക്കെ എന്താണ് ഫുള്ളി ഫിൽഡ് ആണ്. ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ട്രാൻസിഷൻ നടക്കുവോ? ഇല്ല. മനസ്സിലാക്കുക. ഫുള്ളി ഫിൽഡോ അല്ലെങ്കിൽ 0 ആകുന്ന കേസിൽ എന്തില്ല അവിടെ കളേർഡ് കോമ്പൗണ്ട്സ് കിട്ടില്ല. അതായത് DD ട്രാൻസിഷൻ അവിടെ പോസിബിൾ അല്ല. അപ്പൊ DD ട്രാൻസിഷൻ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് വേണം. മനസ്സിലായല്ലോ? അപ്പൊ ഇനി നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കളർലെസ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് പറഞ്ഞൂടെ? ആരൊക്കെയാണ്? V5+ന് കളറില്ല. പിന്നെ ടൈറ്റാനിയത്തിന്റെ Ti4+ന് കളർ ഉണ്ടോ? കളറില്ല. അടുത്ത ആള് സ്കാൻഡിയത്തിന്റെ 3+ അയോൺ കളർ ഉണ്ടോ? കളറില്ല. Cu+, നമ്മൾ നോക്കി Cu2+ കളർ ഉണ്ട്. അതേസമയം Cu+ന് കളർ ഉണ്ടോ? കളറില്ല. Cu+ ആകുമ്പോൾ അവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല, ഫുള്ളി ഫിൽഡ് ആണ് അല്ലെങ്കിൽ ഫുള്ളി പെയർഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്താണ് Cu+ന് കളർലെസ് ആണ്. ഇനി Zn2+ ആണെങ്കിലോ? Zn2+ ആണെങ്കിൽ അതെന്താണ് കളർലെസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ആ റീസൺ അറിഞ്ഞു വെക്കുക. പിന്നെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി നേരത്തെ പറഞ്ഞതാണ്. അയൺ, നിക്കല്, കോപ്പർ, ക്രോമിയം, മാംഗനീസ് ഇതൊക്കെ എന്തായിട്ട് ഗുഡ് കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ പല റിയാക്ഷൻസിനും യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിലെ ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഏതൊക്കെയാ? ഇപ്പൊ ടൈറ്റാനിയം ഡയോക്സൈഡ് നമ്മൾ വൈറ്റ് പിഗ്മെന്റ് അല്ലെങ്കിൽ പെയിന്റിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് TiO2. പിന്നെ വനേഡിയം പെന്റോക്സൈഡിന്റെ യൂസ് നമ്മൾ പറഞ്ഞു. എന്താ നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ് വനേഡിയം പെന്റോക്സൈഡ്. പിന്നെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അതെന്താ നല്ലൊരു ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ദെൻ KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ് അതെന്താണ്? ഇത് നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. പിന്നെ അയൺ സൾഫേറ്റ് അല്ലെങ്കിൽ അയൺ ക്ലോറൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരുപാട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ COCl2 ആണെങ്കിൽ ഹ്യൂമിഡിറ്റി ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ NaCO4 യൂസ് ചെയ്യുകയാണെങ്കിൽ മോൺ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നു. പിന്നെ കോപ്പർ സൾഫേറ്റ് 5H2O അതിന് നമ്മൾ ബ്ലൂ വിട്ടുകൾ വിളിക്കാറുണ്ട്. നല്ലൊരു ഫംഗിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കോപ്പർ സൾഫേറ്റ്. നിറം നിങ്ങൾക്ക് അറിയാലോ, നീല നിറത്തിലാണ് കോപ്പർ സൾഫേറ്റ് 5H2O ആയിട്ട് കാണപ്പെടുന്നത്. ദെൻ സിങ്ക് ഓക്സൈഡ് ആണെങ്കിലോ Zn ആണെങ്കിൽ അതെന്താണ് വൈറ്റ് പെയിന്റ് അല്ലെങ്കിൽ ആന്റിസെപ്റ്റിക് ആയിട്ട് അതുപോലെ റബ്ബറിന്റെ വൾക്കനൈസേഷൻ ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് എന്ത് സിങ്ക് ഓക്സൈഡ് ZnO. അപ്പൊ ഇത്രയും കോമ്പൗണ്ടുകൾ ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഇനി അടുത്തത് 4D സീരീസ് ആണ് നോക്കുന്നത്. 4D സീരീസ് പറയുമ്പോൾ അത് ഏത് പീരീഡിലാണ് വരുന്നത്? 5th പീരീഡിലാണ് വരുന്നത്. ദെൻ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ 3 to 12 തന്നെയാണ്. എലമെന്റ്സ് ഏതൊക്കെയാണ്? യട്രിയം, സിർക്കോൺ, നിയോബിയം, മോളിബ്ഡിനം. ഇത് മുതൽ എവിടെ വരെ വരും? കാഡ്മിയം വരെ വരുന്ന ആളുകളാണെന്ത് 4D സീരീസ്.
ഇതും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ 3D സീരീസുമായിട്ട് ഇതിന്റെ കുറെയൊക്കെ ഫീച്ചർ തന്നെയാണ് സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ എന്താ മെറ്റാലിക് നേച്ചർ നോക്കുകയാണെങ്കിൽ മിക്ക ആളുകൾ എല്ലാവരും തന്നെയാണ് മെറ്റാലിക് തന്നെയാണ്. അതുപോലെ ഹൈ മെൽറ്റിങ്ങും അതുപോലെ ബോയിലിംഗ് പോയിന്റും ആണ്. പിന്നെ വേരിയബിൾ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. സോ അടുത്തത് കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ടോ? ഇവിടെ നോക്കുകയാണെങ്കിൽ 3D സീരീസിനെ അപേക്ഷിച്ച് അതിൽ ഹൈലി സ്ട്രോങ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കോംപ്ലക്സ് ഫോം ചെയ്യുന്ന ആളുകളാണ് 4D സീരീസിലെ എലമെന്റ്സ്. ഇനി അടുത്തത് കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഉണ്ടോ? ഉണ്ട്. ഇതും ഇപ്പൊ നമ്മളിപ്പം പലേഡിയോ റോഡിയോ അല്ലെങ്കിൽ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ എന്താ ഇതൊക്കെ ഒരുപാട് കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ പല റിയാക്ഷൻസിലും യൂസ് ചെയ്യുന്നതാണ്. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആണെങ്കിൽ എന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമിലർ ആണ് ഈ കേസിലും 4D സീരീസിലാണെങ്കിലും അവിടെ മെജോറിറ്റി ആളുകളും തന്നെയാണ് പാരാമാഗ്നറ്റിക് ആണ്. പിന്നെ ഡയാമാഗ്നറ്റിക് ആയിട്ട് വരുന്ന ആളുകൾ എന്താണ്, കംപ്ലീറ്റ്ലി ഫീൽഡ് 4D ഓർബിറ്റിൽ വരുന്ന ആളുകളാണ് എന്ത് ഡയാമാഗ്നറ്റിക് ആയിട്ട് കാണപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ 4Dയിൽ വരുന്ന ആളാരായിരിക്കും 4D ഡയാമാഗ്നറ്റിക് ആയിട്ട് വരുന്നത്? നിങ്ങൾക്ക് AG നോക്കുകയാണെങ്കിൽ എന്താണ് വരിക? AG അല്ല, നിങ്ങൾ കാഡ്മിയം നോക്കൂ. കാഡ്മിയത്തിന്റെ നോക്കുകയാണെങ്കിൽ കാഡ്മിയത്തിന്റെ നിങ്ങൾക്കറിയാം 48 ആണല്ലോ കാഡ്മിയത്തിന്റെ ആറ്റോമിക് നമ്പർ. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ആർഗൺ അല്ല, ക്രിപ്റ്റോൺ. ഓക്കെ, ക്രിപ്റ്റോൺ 36 വരെ വരും. ബാക്കി 4D 10 5s2. ഓക്കെ, അപ്പൊ ഇതില് നിങ്ങളിപ്പോ ക്രിപ്റ്റോണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ക്രിപ്റ്റോൺ എന്താണ് സംഭവിക്കുക? അതില് ക്രിപ്റ്റോൺ KR2+ സോറി KR അല്ല, കാഡ്മിയം അല്ല. അപ്പൊ CD2+ നോക്കുകയാണെങ്കിൽ അതിലെന്താണ് D ഓർബിറ്റിൽ 4D ഓർബിറ്റിൽ എന്താണ് കംപ്ലീറ്റ്ലി ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അതെന്തായിട്ട് ആക്ട് ചെയ്യുന്നത് ഡയാമാഗ്നറ്റിക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, കളർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. കാരണം എന്താ, DD ട്രാൻസിഷൻ മൂലമാണ്. പിന്നെ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ 3D സീരീസിനെ അപേക്ഷിച്ച് എന്താണ് അതിലേറെ ഡെൻസിറ്റി കൂടിയ ആളുകളാണ് 4D സീരീസിലെ ആളുകൾ. പിന്നെ അതിൽ ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് നോക്കാം. അതായത് ഇപ്പോൾ നിയോബിയം അതുപോലെ ടാൻഡലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിലൊക്കെ എന്താണ് സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അതിന്റെ റീസൺ എന്താ ചോദിച്ചാൽ ലാന്തനൈഡ് കോൺട്രാക്ഷൻ മൂലമാണ്. എന്താ നമ്മൾ F ബ്ലോക്കിൽ പറയും, അത് ലാന്തനൈഡ് കോൺട്രാക്ഷൻ മൂലമാണ് നിയോബിയം ടാൻഡലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ സിമിലർ സൈസ് കാണിക്കുന്നുണ്ട്. അതുപോലെ സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അതിലൊരു എലമെന്റ് ആണ് ടെക്നീഷ്യം. ടെക്നീഷ്യം ആണെന്ത് ഫസ്റ്റ് ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്ത ഒരു എലമെന്റ് ആണ് ആര്, ടെക്നീഷ്യം. അതുപോലെ എന്താ ഒരു റേഡിയോ ആക്റ്റീവ് ആണ്, വളരെ റയർ ആയുള്ള ഒരു എലമെന്റ് കൂടിയാണെന്ത് ടെക്നീഷ്യം. ഇതിന് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പലേഡിയത്തിന്റെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ബാക്കി ആളുകളൊക്കെ എന്തായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കുക, ജനറലി നോക്കുകയാണെങ്കിൽ 4Dയിൽ 1 മുതൽ 10 വരെ ഫില്ലിങ് വരാം. ദെൻ അതുപോലെ ഇപ്പൊ 5s ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ആണെന്ത് പൊതുവെ വരേണ്ടത്. പക്ഷെ പലേഡിയത്തിന്റെ കേസിൽ പലേഡിയത്തിന്റെ കേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പലേഡിയത്തിന്റെ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ നോക്കൂ, പലേഡിയത്തിന്റെ ആറ്റമിക് നമ്പർ 46 ആണ് വരുന്നത്. ഓക്കെ, പലേഡിയത്തിന്റെ 46 ആണ് വരുന്നത്. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ ആയി നോക്കൂ, ക്രിപ്റ്റോൺ 36 വരെ വന്നു. അടുത്തത് 4D10 5s0 എന്നാണ് വരുന്നത്. അല്ല, ശരിക്ക് നമ്മൾ പഠിച്ച പ്രകാരം വരേണ്ടത് എങ്ങനെയാണ്, പലേഡിയത്തിന്റെ കേസ് വരേണ്ടത് ലാസ്റ്റ് മാത്രം ഇതാണെങ്കിൽ 3D അല്ല 4D. ഓക്കെ, പലേഡിയത്തിന്റെ 4D8 5s2 ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ നമുക്കറിയാം എന്താ D ഓർബിറ്റിൽ ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ എന്താണ് ഹൈലി സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ പലേഡിയത്തിൽ ഒരു എക്സെപ്ഷൻ വരുന്നതാണ്. എങ്ങനെ, ഇവിടെ 4D ഓർബിറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് വരും, 5s ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയാണ് പലേഡിയത്തിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പലേഡിയം എന്തായിട്ട് ആക്ട് ചെയ്യുന്നത് ഡയാമാഗ്നറ്റിക് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ അല്ല, അപ്പൊ ആ ഒരു എക്സെപ്ഷൻ ഓർത്ത് വെക്കുക, പലേഡിയം. ഇനി കാഡ്മിയത്തിന്റെ കേസും അതേപോലെ തന്നെ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. കാഡ്മിയത്തിൽ ഫുള്ളി ഫിൽഡ് D ഓർബിറ്റിലാണ്. അതുപോലെ ഇനി കാഡ്മിയത്തിന്റെ 2+ എടുക്കുകയാണെങ്കിൽ അതെന്താണ് ഫുള്ളി ഫിൽഡ് ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഒരു ട്രൂ ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് പരിഗണിക്കാറില്ല.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇനി അടുത്ത സീരീസുകളുണ്ട്, അതിന് അത്ര ഇടത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഡി ബ്ലോക്ക് എലമെന്റ്സിലെ 3D സീരീസും അതുപോലെ 4D സീരീസും നോക്കി വെക്കുക. അതിലെ എക്സെപ്ഷൻസ് കാണിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ അതിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, മെറ്റാലിക് പ്രോപ്പർട്ടി ആവട്ടെ, അതുപോലെ മാറ്റ് പ്രോപ്പർട്ടി ആവട്ടെ, ആ കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യാം, നന്നായിട്ട് നോക്കി പോവുക. ഡൗട്ട് ഇല്ലല്ലോ? ഇനി ഇതിന്റെ നമ്മള് ഇപ്പോ ഇതിന്റെ ആറ്റമിക് സൈസ് അതുപോലെ അയോണിക് സൈസിന്റെ കാര്യം പറഞ്ഞോ? ഇല്ല. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അയോണിക് സൈസും ആറ്റമിക് സൈസും ഒക്കെ നമ്മൾ ഓരോ സീരീസിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പീരീഡിന്റെ ഒരു കേസ് എങ്ങനെയാണ് വരിക. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും അതിന്റെ ആറ്റമിക് സൈസ് കുറയാണ് ചെയ്യുക, അല്ലെ? ലെഫ്റ്റ് റൈറ്റ് കുറയാണ് ചെയ്യുക. അതായത് ഇപ്പം 3D സീരീസ് ആവട്ടെ, 4D ആവട്ടെ, 5D ആവട്ടെ, അതൊക്കെ എന്താ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും ആ സീരീസിൽ നോക്കുകയാണെങ്കിൽ അതിലെന്താണ് അതിന്റെ സൈസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിന്റെ റീസൺ എന്താ കുറഞ്ഞു വരാൻ കാരണം? അതിന്റെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം എന്താ, നിങ്ങൾ ആ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും അതിലെ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നതാണ്, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതേപോലെ ഇനി ഇതിന്റെ അയണൈസേഷൻ എനർജി നോക്കുകയാണെങ്കിലോ, ഈ ഓരോ സീരീസിൽ നോക്കുകയാണെങ്കിൽ അവിടെ എന്താ അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം എന്താ, ഇവിടെ സൈസ് കുറഞ്ഞാൽ അവിടെ എന്താണ് ന്യൂക്ലിയർ ചാർജ് കൂടും. ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാലൻസിലെ ഇലക്ട്രോൺസിനെ പുറത്തെടുക്കാൻ എന്ത് ചെയ്യണം, ഒരുപാട് എനർജി കൊടുക്കണം. അതായത് അയണൈസേഷൻ എനർജി കൂടുതൽ വേണം. അപ്പൊ ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇവിടെ ഒരു കാര്യം, നമ്മൾ നേരത്തെ ലാന്തനയുടെ കോൺട്രാക്ഷൻ പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ ഒരു കാര്യം ഉള്ളത്, നമ്മളിപ്പോ ഈ ഓരോ സീരീസുകൾ ഇപ്പം 3D അതുപോലെ 4D സീരീസ് അതുപോലെ 5D സീരീസ് ഇതിന്റെയൊക്കെ സൈസ് നോക്കുകയാണെങ്കിൽ പൊതുവെ ലെഫ്റ്റ് റൈറ്റിലോട്ട് തന്നെ എല്ലാം കുറഞ്ഞു വരികയാണ്. ഇനി ഇത് ഓരോന്നും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മനസ്സിലായ എന്താ, 3Dനേക്കാൾ വലുത് തന്നെയാണ് ആര് 4D എലമെന്റ്സ് വരുന്നത്. ഓക്കെ, അതിനേക്കാൾ വലുതാണ് ആര് 5D വരുന്നത്. പിന്നെ ഒരു കാര്യം, 5Dനേക്കാൾ വലുതല്ല 6D. അതിന്റെ ഏകദേശം 5Dയും അതുപോലെ 6D ഒക്കെ എന്ത് തന്നെയാണ്, ഏകദേശം സിമിലർ സൈസ് ആണ് വരുന്നത്. അതിന്റെ റീസൺ എന്താ ചോദിച്ചാല്, ഇവിടെ എന്താ ലാന്തനൈഡ് കോൺട്രാക്ഷൻ മൂലമാണ് 5Dയും 6Dയുടെ ഒക്കെ സൈസ് എന്ത് സിമിലർ ആയിട്ട് കാണപ്പെടുന്നത്. സൈസ് സിമിലർ ആയി തന്നെ ഇതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ പൊതുവെ എന്തായിട്ട് സിമിലർ ആയിട്ട് വരുന്നുണ്ട്. റീസൺ ഓർത്ത് വെക്കുക, ലാന്തനൈഡ് കോൺട്രാക്ഷൻ മൂലമാണ്. പിന്നെ അയണൈസേഷൻ എനർജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് പറഞ്ഞു. ഇനി അതിൽ തന്നെ നമ്മൾ സക്സസീവ് അയണൈസേഷൻ എനർജി കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ എങ്ങനെയാണ്, IE1 ലെസ് ദാൻ IE2 ആണ്. അതിനേക്കാൾ കൂടുതൽ അയണൈസേഷൻ എനർജി വേണം തേർഡ് ഇലക്ട്രോണെ പുറത്തെടുക്കാൻ, IE3. ഇതിന്റെ റീസൺ എന്താ, ഇവിടെ ഇലക്ട്രോണെ പുറത്തെടുക്കും തോറും ഇതിന്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക, അല്ലേ? അപ്പൊ ഒന്നാമത്തെ ഇലക്ട്രോണ് പുറത്തെടുക്കുന്നതിനേക്കാൾ കൂടുതൽ എനർജി വേണം രണ്ടാമത്തെ ഇലക്ട്രോണിനെ പുറത്തെടുക്കാൻ. കാരണം എന്താ, അവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോ അയണൈസേഷൻ എനർജിന്റെ ട്രെൻഡും അതുപോലെ ആറ്റോമിക് അയോൺ സിക്സിന്റെ കാര്യമൊക്കെ എന്ത് നമ്മൾ പറഞ്ഞു. എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മളെ 3D സീരീസിൽ ഒരു എക്സെപ്ഷൻ ഉള്ളത്, ഇപ്പൊ മെൽറ്റിംഗ് പോയിന്റ് കേസിൽ നമ്മൾ പറഞ്ഞു, അതിൽ നോക്കാം 3D സീരീസിൽ ക്രോമിയത്തിനാണ് എന്ത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത്. ഓക്കെ, ക്രോമിയത്തിനാണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത്. അതേസമയം കോപ്പറിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പൊ 3D സീരീസിൽ നമ്മൾ പറഞ്ഞ എല്ലാവർക്കും എന്താ, മിക്ക ആളുകൾക്കും ഹൈ മെൽറ്റിംഗ് പോയിന്റിനെ പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ തന്നെ ഏറ്റവും കൂടുതലായിക്കാണ് ക്രോമിയത്തിനാണ്, ഏറ്റവും കുറവ് ആർക്കാ കാണിക്കുന്നത്, കോപ്പർ ആണ് ലോ മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. നമുക്ക് എന്നാൽ F ബ്ലോക്കിലേക്ക് പോയാലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ D ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി ഇതിന്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ ബാക്കി കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, അപ്പൊ അടുത്തത് F ബ്ലോക്ക് എലമെന്റ്സ്. F ബ്ലോക്ക് എലമെന്റ്സ് നിങ്ങൾക്ക് അറിയാം ഏത് പീരീഡിലാണ് കാണപ്പെടുന്നത്. പീരീഡ് 6ലും 7ലും ആണെന്ത് F ബ്ലോക്ക് എലമെന്റ്സ് കാണപ്പെടുന്നത്, അല്ലേ? ഇനി ഇതിന്റെ വേറെ പേരെന്താ, F ബ്ലോക്ക് എലമെന്റ്സിന്റെ മറ്റൊരു പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. റീസൺ എന്താ, ഇവിടെ എഫ് ബ്ലോക്ക് ലാസ്റ്റ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ഇതിൽ തന്നെയാണ്, F ഓർബിറ്റിൽ തന്നെയാണ്. പക്ഷെ അത്
ആന്റി പെനൽറ്റിമേറ്റ് ഷെല്ലിലാണ് എന്ത് ഇവിടെ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത്. അതായത് n-2 f ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. മനസ്സിൽ നേരത്തെ നമ്മൾ ഡി ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞപ്പം അവിടെ പെനൽറ്റിമേറ്റ് ഷെല്ലിലാണ്, അതായത് n-1 ഷെല്ലിലാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്, ഡിയിലാണ് ഫില്ല് ചെയ്യുന്നത് പറഞ്ഞു. ഈ കേസിലാണ് n-1 അല്ല n-2 എഫ് ഓർബിറ്റലിലാണ് ഇലക്ട്രോൺ ഫില്ലിങ് നടക്കുന്നത്. അപ്പൊ ജനറൽ കോൺഫിഗറേഷൻ നോക്കൂ, n-2 എഫ് 1 മുതൽ 14 വരെ. എഫിന്റെ മാക്സിമം കപ്പാസിറ്റി 14 ഇലക്ട്രോൺസ് ആണല്ലോ. അപ്പൊ എഫ് 1 മുതൽ 14 വരെ. ദെൻ ഡിയില് എന്ത് വരുന്നു, n-1 ഡി 0 മുതൽ 1 വരെ. ഒന്നെങ്കിൽ ഡി എന്താ ചെയ്യാം 0 കാണാം, അല്ലെങ്കിൽ 1 ഒരു ഇലക്ട്രോൺ വരെ കാണാം. 10 വരെ അല്ല കേട്ടോ, അത് പ്രത്യേകം നോട്ട് ചെയ്യുക, 1 വരെ ഉള്ളൂ. ഇനി എസിലാണെങ്കിൽ എന്താണ്, എസിലെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, എസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടാണ് വരിക. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നമുക്കറിയാം എഫ് ബ്ലോക്കില് 2 സീരീസ് ആണുള്ളത്, ഒന്ന് ലാന്തനോയിഡ്സും അതുപോലെ ആക്ടിനോയിഡ്സും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താ 4f സീരീസും 5f സീരീസും ആണ് കാണപ്പെടുന്നത്. ഇപ്പൊ അതിൽ ലാന്തനോയിഡ്സ് ആണെങ്കിൽ അതിൽ എത്ര എലമെന്റ്സ് ആണ്? ലാന്തനോയിഡ്സിലാണെങ്കിൽ പൊതുവെ 14 എലമെന്റ്സ് ആണ് പറയാറുള്ളത്. പക്ഷെ ചില ടെക്സ്റ്റിൽ 15 എലമെന്റ്സും കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ലാന്തനം എന്നുള്ളത് എന്താണ്, ശരിക്ക് ഡി ബ്ലോക്കിലെ എലമെന്റ് ആണ്. പക്ഷെ ചില ടെക്സ്റ്റില് ആ ലാന്തനത്തിനും കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യാറുണ്ട്, നമ്മുടെ എഫ് ബ്ലോക്കിൽ ആഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആഡ് ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ എന്താണ്, ലാന്തനൈഡ് 15 എലമെന്റ്സ് കാണപ്പെടും. ഇനി അല്ല അതൊഴികെ ആ ലാന്തനത്തിന് ഒഴിവ് ബാക്കി പറയുകയാണെങ്കിൽ അവിടെ എത്ര എണ്ണ ഉള്ളത്, 14 എലമെന്റ്സ് ആണുള്ളത്. സീറിയം മുതൽ ആ ലാന്തനത്തിന്റെ 14 എലമെന്റ്സ് ആണുള്ളത്, മാറിപ്പോയത്. ഓക്കെ, ഇനി ഈ ലാന്തനത്തിന്റെ കേസ് ആണെങ്കിൽ അവിടെ കോൺഫിഗറേഷൻ എങ്ങനെ വരിക? അപ്പൊ ഇവിടെ നോക്കൂ, എഫ് ബ്ലോക്ക് ലാന്തനൈഡ് സീരീസും ആക്ടിനൈഡ് സീരീസും. ഇവിടെ ലാന്താനം മുതൽ ലുട്ടീഷ്യം വരെയാണ് എന്ത് ലാന്തനൈഡ് സീരീസ് വരുന്നത്. അടുത്തത് ആക്ടിനൈഡ് ആണെങ്കിലോ ആക്ടീനിയം മുതൽ ലോറൻഷ്യം വരെ. അതായത് ഇനി ഇതിന്റെ ആറ്റം നമ്പർ പറയുകയാണെങ്കിൽ 57 മുതൽ, ലാന്തനൈഡ് ആണെങ്കിൽ 57 മുതൽ 71 വരെ എന്താണ്, ലാന്തനൈഡ്സ് ആണ്. അതേസമയം ആക്ടിനൈഡ്സ് ആണെങ്കിൽ 89 മുതൽ 103 വരെ ആറ്റം നമ്പറുള്ള എലമെന്റ്സ് ആണ് എന്ത്, നമ്മുടെ ആക്ടിനൈഡ് സീരീസിൽ വരുന്നത്. അപ്പൊ എലമെന്റ്സ് ഓർത്ത് വെക്കുക, ലാന്താനം മുതൽ ലുട്ടീഷ്യം വരെ, അതുപോലെ ആക്ടിനൈഡ് ആണെങ്കിൽ ആക്ടീനിയം മുതൽ ലോറൻഷ്യം വരെ. ഇനി ഞാൻ പറഞ്ഞു ചില ടെക്സ്റ്റിൽ ഇപ്പൊ ഇതിൽ 15 ഒരുമിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ചില ടെക്സ്റ്റിൽ 14 കാണുന്നുണ്ട്. അതായത് ഇവിടെ ഈ ലാന്തനും ആക്ടിനും ശരിക്കും എന്താണ്, ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അപ്പൊ അങ്ങനെ നോക്കി പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ്, നിങ്ങൾക്ക് സീറിയം മുതൽ ലുട്ടീഷ്യം വരെയാണ് ലാന്തനൈഡ്സ് പറയേണ്ടത്. അതേപോലെ തോറിയം മുതൽ ലോറൻഷ്യം വരെ. അപ്പൊ എങ്ങനെയാണോ നിങ്ങളോട് ചോദിക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അതിന് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. കാരണം ഇപ്പൊ ഈ അടുത്ത് നടന്ന സെക്രട്ടറി ടെസ്റ്റിന്റെ മെയിൻസിൽ ഇന്നർ ട്രാൻസിഷൻ സീരീസിൽ എത്ര ഇലക്ട്രോൺസ് പോസിബിൾ ആണെന്നോ അല്ലെങ്കിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ചോദ്യത്തിന് അതിന്റെ ആൻസർ അതിൽ 14 ഓപ്ഷൻ ഉണ്ടായിട്ടും PSC എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പിന്നെ റീസൺ അതാണ്, ചില ടെക്സ്റ്റിൽ 15 കാണുന്നുണ്ട്, ചിലതിൽ 14 എന്നുണ്ട്. അപ്പൊ ആ ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ടാണ്, അതൊന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും ഇതിലെ എലമെന്റ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ലാന്തനം, സീറിയം, പ്രസോഡൈമിയം, നിയോഡൈമിയം, പ്രോമിത്തിയം, സമരിയം, യൂറോപ്പിയം, ഗഡോലിനിയം, ടെർബിയം, അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിന്റെ ഓരോ ബ്ലോക്കിൽ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നോക്കാം. അപ്പൊ ലാന്തനൈഡ്സ്, ലാന്താനം മുതൽ ലുട്ടീഷ്യം വരെ അല്ലെങ്കിൽ സീറിയം മുതൽ ലുട്ടീഷ്യം വരെ. ഓക്കെ, ഇനി ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് എന്താണ്, ജനറലി വരുന്നത് 4f 1 മുതൽ 14 വരെ. ദെൻ 5Dയിൽ 0 അല്ലെങ്കിൽ 1 വരാം. ദെൻ 6s 2 ഉണ്ടാവും. അപ്പൊ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക,
ലാന്തനേഴ്സ് ആണെങ്കിൽ അതിലെന്താണ് 6s കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. 6s 2 ഉണ്ടാവും. 5Dയിൽ ഒന്നെങ്കിൽ 0 ആവാം, അല്ലെങ്കിൽ 1 ഉണ്ടാവുള്ളൂ. അതേപോലെ 4Fൽ നിങ്ങൾക്ക് 1 മുതൽ 14 വരെ ഫില്ലിംഗ് ഉണ്ടാവും. അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സീരിയ നോക്കുകയാണെങ്കിൽ സീരിയത്തില് എത്ര നോക്കാം? 4F1 5D1 6S2 ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കോൺഫിഗറേഷൻ വരുന്നത്. ഇതിന് മുമ്പ് സിനോണ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ജസ്റ്റ് ലാസ്റ്റ് നോക്കണമെങ്കിൽ ലാസ്റ്റ് ഇതാണ് എന്ത് കോൺഫിഗറേഷൻ വരുന്നത്. ഇനി ഘടകവലയത്തിൽ നോക്കുകയാണെങ്കിൽ അത് വരുന്ന എന്താണ് 4F7 5D1 6S2. അപ്പൊ ഈ കേസ് നോക്കുക, ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി കാണാൻ പറ്റും ഘടകവലയത്തിന്റെ കേസിൽ 4F7 5D1 6S2 എന്നുള്ളത്. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. മെറ്റാലിക് ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ എന്താണ്, മിക്ക ആളുകളും അത്ര ഹാർഡല്ല, സോഫ്റ്റ് മെറ്റൽസ് ആണ്. അതുപോലെ സിൽവറി വൈറ്റ് മെറ്റൽസ് ആണ് ഈ ലാന്തനൈഡ്സ്. അതുപോലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ, +3 ആണ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. +3 ആണ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ലാന്തനൈഡ് ആണെങ്കിലും ആക്ടിനൈഡ് ആണെങ്കിലൊക്കെ +3 ആണ് അതിന്റെ കോമൺ ആയിട്ടുള്ള മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ +3 ആണ്. പക്ഷെ എന്നാലും ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, +2 +4 ഒക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ഇനി മാഗ്നറ്റിസം നോക്കുകയാണെങ്കിലും നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്. ഇവിടെ എന്താ, ഇതിലും ഇവിടെ നേരത്തെ ഡി ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഡിയില് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതെന്താണ് പാരാമാഗ്നറ്റിക് ആയിട്ട് ആക്റ്റീവ് പറഞ്ഞു. അതേപോലെ നമ്മുടെ എഫ് ഓർബിറ്റിൽ ഇപ്പൊ 4F ആവാം അല്ലെങ്കിൽ 5F ആവാം, അതിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് എങ്കിൽ അതെന്താണ് പാരാമാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ ഇനിയിപ്പോ ഡയാമാഗ്നറ്റിക് ആണ് കേസ് എന്താ, ഒന്നെങ്കിൽ 4F ഓർബിറ്റിൽ 0 ആയി വരിക, അല്ലെങ്കിൽ 4F ഓർബിറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയി മാറുക. ഈ രണ്ട് കേസിലാണ് അതെന്തായിരിക്കും ആക്ട് ചെയ്യുക, അത് ഡയാമാഗ്നറ്റിക് ആക്ട് ചെയ്യുക. അപ്പൊ മെജോറിറ്റി ആളുകളും എന്തെന്നെയായിരിക്കും അൺപെയർഡ് ആയതുകൊണ്ട് തന്നെ അവിടെ പാരാമാഗ്നറ്റിക് ആയിട്ടാണ് മിക്ക ആളുകളും ബിഹേവ് ചെയ്യുന്നത്. ഇനി കളറ് ഫോം ചെയ്യുന്നുണ്ടോ? കളർ ഫോം ചെയ്യുന്നുണ്ട്. കാരണം എന്താ, നേരത്തെ DD ട്രാൻസിഷൻ മൂലമാണ് ഡി ഓർബിറ്റൽസിൽ കളർ കാണിക്കുന്നത് പറഞ്ഞു. അതേപോലെ തന്നെ ഇതിന്റെ ലാന്തനൈഡ്സ് ആവട്ടെ ആക്ടിനൈഡ് ആവട്ടെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കളർ, ഇതിന്റെ കോമ്പൗണ്ടുകളും കളർ ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺ എഫ് ട്രാൻസിഷൻ മൂലമാണ്. എഫ് ഓർബിറ്റൽ തമ്മിൽ ഇലക്ട്രോൺസ് ഇന്റർ ട്രാൻസിഷൻ നടക്കുന്നത് കൊണ്ടാണ് എന്ത് അവിടെ കളേഴ്സ് ഫോം ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ലാന്തനൈഡ് കോൺട്രാക്ഷൻ അതെന്താന്ന് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഈ ലാന്തനൈഡ് എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഈ 4F സീരീസ് എടുക്കുകയാണെങ്കിൽ ലന്താനം മുതൽ ലുട്ടീഷ്യം വരെയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്നത് എന്താ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇതിന്റെയൊക്കെ എന്താ ചെയ്യുന്നത്, സൈസ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഓക്കെ, ലന്താനം മുതൽ ലുട്ടീഷ്യം വരെ ആ സീരീസ് നോക്കുകയാണെങ്കിൽ സൈസ് ഗ്രാജുവൽ ഡിക്രീസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ റീസൺ എന്താ ചോദിച്ചാൽ, ഇനി ഇതിന്റെ സൈസ് അയോണിക് സൈസ് ആവട്ടെ ആറ്റോമിക് സൈസ് ആവട്ടെ രണ്ടും എന്താണ് ഗ്രാജുവൽ ഡിക്രീസ് ആണ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ റീസൺ എന്താ ചോദിച്ചാൽ, റീസൺ ആണ് ഇവിടെ 4F ഓർബിറ്റൽസിന്റെ അല്ലെങ്കിൽ 4F ഇലക്ട്രോൺസിന്റെ ഷീൽഡിങ് വളരെ പുവർ ആണ്. അപ്പൊ പുവർ ഷീൽഡിങ് ഓഫ് 4F ഇലക്ട്രോൺസ്. അപ്പൊ ഇങ്ങനെ ഗ്രാജുവൽ ഡിക്രീസ് ഓഫ് ആറ്റമിക് സൈസ് ആൻഡ് അയോണിക് റേഡിയൈ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ലാന്തനൈഡ് കോൺട്രാക്ഷൻ വിളിക്കുക. അതായത് ലാന്തനൈഡ്സിന്റെ ആ സീരീസ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റോട് പോകും തോറും ഗ്രാജുവൽ ഡിക്രീസ് കാണിക്കുന്നുണ്ട്. അതിന്റെ അയോണിക് റേഡിയ ആവട്ടെ ആറ്റമിക് റേഡിയ ആവട്ടെ അല്ലെങ്കിൽ ആറ്റമിക് സൈസ് ആവട്ടെ ഇതിലൊക്കെ ഗ്രാജുവൽ ഡിക്രീസ് കാണിക്കുന്നുണ്ട്. ഇതിനെയാണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ ആക്ടിനൈഡ് ഗ്രൂപ്പിലും ഇതേപോലെ എന്ത് ആക്ടിനൈഡ്സിന്റെ സൈസ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആക്ടിനൈഡ് കോൺട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതിന്റെ റീസൺ എന്താ, ലാന്തനൈഡ് കോൺട്രാക്ഷൻ റീസൺ എന്താ ചോദിച്ചാല് 4F ഇലക്ട്രോൺസിന്റെ പുവർ ഷീൽഡിംഗ് ആണ്. ഇനി ആക്ടിനൈഡ് കോൺട്രാക്ഷന്റെ റീസൺ എന്തായിരിക്കും, എങ്ങനെ പറയാം, 5F ഓർബിറ്റലിന്റെ പുവർ ഷീൽഡിംഗ് മൂലമാണ്. ഇനി കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ടോ? കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡ്? അതായത് ലാന്തനൈഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെന്താ, ഇതില് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വീക്ക് ടെൻഡൻസി ആണ് എന്ത് കോംപ്ലക്സ് ഫോർമേഷൻ കാണിക്കുന്നത്. പിന്നെ കെമിക്കൽ റിയാക്ടിവിറ്റിയിലും നോക്കുകയാണെങ്കിൽ എന്താ, എയറിലൊക്കെ ഇത് എന്താ പറയാ ടാർണിഷ് ചെയ്യുന്നുണ്ട്. അതേപോലെ വാട്ടറുമായിട്ട് ആസിഡുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നതാണ്. ഇത്രയേ ഉള്ളൂ ലാന്തനൈഡ്സ്. ആക്ടിനൈഡ്സ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ, ആക്ടിനൈഡ്സ് പറഞ്ഞാൽ 5F സീരീസ് ആണെന്ത് ആക്ടിനൈഡ്സ് വരുന്നത്. ഇനി ഇതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്ന എന്താ,
5F1, then 6D 0 മുതൽ 1 വരെ 7S2. ഇവിടെയും നോട്ട് ചെയ്യുക, ലാമിനേഴ്സിൽ 6S കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതേപോലെ എന്ത് ഇവിടെയും 7S കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. പിന്നെ ഡിയിൽ നോക്കാൻ, ഡിയിൽ എന്താ 0 മുതൽ 1 വരെ വരിക. ദെൻ ഇവിടെ എന്താ ആന്റി പെനൽറ്റി മെറ്റീരിയൽ അല്ലെങ്കിൽ N-2 തന്നെയാണ് വരുന്നത്. അപ്പം 5Fലാണ് ആക്ടിനൈഡ്സ് കാണപ്പെടുന്നത് 1 മുതൽ 14 വരെ Fല്. അവർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആക്ടിനൈഡ്സിന്റെ എക്സാമ്പിൾ ആണെന്ത് യുറേനിയം. യുറേനിയത്തിന്റെ നിങ്ങൾ നോക്കൂ, യുറേനിയത്തിന്റെ കോൺഫിഗറേഷൻ ഇതാണെങ്കിൽ റാഡോൺ, ബാക്കി വരുന്ന ആള് 5F3 6D1 7S2. ഇതാണ് യുറേനിയത്തിന്റെ കോൺഫിഗറേഷൻ വരുന്നത്. ഓക്കെ അല്ലേ? യുറേനിയത്തിന്റെ 92 ആണല്ലോ ആറ്റമിക് നമ്പർ വരുന്നത്. അപ്പൊ റാഡോണ് വരാൻ കാരണം എന്താ? റാഡോണിന്റെ നമ്പർ എത്ര? 86 അല്ലേ? 86 ആണ്. പിന്നെ യുറേനിയം 92 ആകുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ബാക്കി 86 ആണെങ്കിൽ ബാക്കി 6 ആണല്ലോ വരിക. ബാക്കി 6 നിങ്ങൾക്ക് എന്ത് ചെയ്യാം? Fല് 3 ഫില്ല് ചെയ്തു, ഡിയിൽ 1, 7Sൽ എല്ലായ്പ്പോഴും 2 ഫില്ല് ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് ഈ യുറേനിയത്തിന്റെ വരുന്നത്. പിന്നെ ഏത് മുതലാണ്? ആക്ടീനിയം മുതൽ ലോറൻഷ്യം വരെയാണ് ആക്ടിനൈഡ്സ് കാണപ്പെടുന്നത്. ഇനി ചില കേസിൽ തോറിയം മുതലും ലോറൻഷ്യം വരെയും കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക. ഇനി എങ്ങനെ ചോദിച്ചാലും അത് എഴുതാറിയണം. ഇനി ഇതിന്റെ മെറ്റാലിനൈസർ എന്താണ്? ഇതെല്ലാരും നോക്കുകയാണെങ്കിൽ എല്ലാരും തന്നെയാണ് മെറ്റൽസ് തന്നെയാണ്, ഡെൻസർ ആണ്. അതുപോലെ ഒരു കാര്യം നോട്ട് ചെയ്യുക, റേഡിയോ ആക്റ്റീവ് ആണ്. ആക്ടിനൈഡ്സിലെ എല്ലാ എലമെന്റ്സും റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മുടെ ലാന്തനൈഡ്സിലെ എല്ലാ എലമെന്റ്സും റേഡിയോ ആക്റ്റീവ് ആണോ? റേഡിയോ ആക്റ്റീവ് ആണോ? അല്ല. ലാന്തനൈഡ്സിലെ എല്ലാ എലമെന്റ്സും എന്താണ്? റേഡിയോ ആക്റ്റീവ് അല്ല. അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഒരു മോളിക്കൂൾ എന്തില്ല, അത് ഒരു മോളിക്കൂള് ഒരു ആറ്റം റേഡിയോ ആക്റ്റീവ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും തന്നെയാണ് അത് റേഡിയോ ആക്റ്റീവ് അല്ല. അപ്പൊ ആ ഒരു കാര്യം അറിഞ്ഞു വെക്കുക. ഓക്കെ. ഇനി ഓക്സിഡൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെന്താണ്? ഇതും വേരിയബിൾ ഓക്സിഡൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ കോമൺ ആയിട്ടുള്ളത് എന്ത് തന്നെയാണ്? +3 ആണ് കോമൺ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. എന്നാലും ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? +3 കാണിക്കാം, +4, +5, +6 ഒക്കെ കാണിക്കുന്ന ആളുകളുണ്ട്. ഇനി റേഡിയോ ആക്റ്റീവ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? മിക്ക ആളുകളും റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. നമുക്ക് അറിയാലോ, ഇപ്പൊ യുറേനിയം ആവട്ടെ, തോറിയം ആവട്ടെ, ഇതൊക്കെ എന്താണ്? റേഡിയോ ആക്റ്റീവ് തന്നെയാണല്ലോ. പിന്നെ ഇവര് കളർ കോമ്പൗണ്ട് കാണിക്കുന്നുണ്ടോ? കാണിക്കുന്നുണ്ട്. കാരണം എന്താ? FF ട്രാൻസിഷൻ ഇതിൽ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ കളേർഡ് കോമ്പൗണ്ട്സും കാണിക്കുന്നുണ്ട്. മാഗ്നറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇതെന്താണ്? ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതും മെജോറിറ്റി ആളുകളും തന്നെയാണ് പാരാമാഗ്നറ്റിക് ആണ്. ഇനി അത് ഡയമാഗ്നറ്റിക് ആണെങ്കിൽ ഒന്നെങ്കിൽ എന്താണ്? 5F 0 ആയിരിക്കാം, അല്ലെങ്കിൽ 5F കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുക. ഈ കേസ് മാത്രമേ അത് ഡയമാഗ്നറ്റിക് ആയിട്ട് മാറുള്ളൂ. ഈ ഒരു കാര്യം ഓർത്തു വെക്കുക. ഇനി ഇവര് കോംപ്ലക്സ് ഫോം ചെയ്യോ? സ്വാഭാവികമായിട്ടും ലാന്തനൈഡ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പം ആക്ടിനൈഡ്സ് എന്താണ്? കോംപ്ലക്സ് അതിലേറെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. ലാന്തനൈഡ്സ് പൊതുവെ വീക്കർ ആയിരുന്നു. ഇനി ഇവിടെയും ഗ്രാജുവൽ ഡിക്രീസ് കാണിക്കുന്നില്ലേ? അതായത് ആക്ടീനിയം മുതൽ ലോറൻഷ്യം വരെ നമ്മൾ പോകുമ്പോൾ അതിന്റെ ആറ്റമിക് റേഡിയോ ആവട്ടെ, അയോണിക് റേഡിയോ ആവട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാജുവൽ ഡിക്രീസ് ആണ് കാണിക്കുന്നത്. ഈ ഒരു പ്രോസസ് തന്നെയാണ്, അല്ലെങ്കിൽ ഇതിനെ എന്ത് വിളിക്കുക? ആക്ടിനൈഡ് കോൺട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. റീസൺ എന്താണ്? ആക്ടിനൈഡ് കോൺട്രാക്ഷന്റെ റീസൺ എന്താ? പുവർ ഷീൽഡിംഗ് ബൈ 5F ഇലക്ട്രോൺസ്. 5F ഇലക്ട്രോൺസിന്റെ പുവർ ഷീൽഡിംഗ് കൊണ്ടാണ് ആക്ടിനൈഡ് കോൺട്രാക്ഷൻ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതില് ആക്ടിനൈഡ് കോൺട്രാക്ഷൻ ആണോ ലാന്തനൈഡ് കോൺട്രാക്ഷൻ ആണോ ഏറ്റവും സ്ട്രോങ്ങർ? പറയൂ. അവിടെ ഏതാണ്? ആക്ടിനൈഡ് കോൺട്രാക്ഷൻ ആണ് ലാന്തനൈഡ് കോൺട്രാക്ഷനേക്കാൾ കൂടുതലായിട്ട് വരുന്നത്. അതിന്റെ റീസൺ എന്താ ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, 4Fഉം അതുപോലെ 5Fഉം ഉണ്ടല്ലോ. ലാന്തനൈഡ് ആണെങ്കിൽ 4F ആണ്, ആക്ടിനൈഡ് ആണ് 5F ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയാ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് കാണിക്കുന്ന ആരാ? അല്ലെങ്കിൽ വെരി പുവർ ഷീൽഡിംഗ് എഫക്റ്റ് കാണിക്കുന്നത് ആരായിരിക്കും? അത് 5F ആണ്. അപ്പൊ ഇങ്ങനെ നോക്കാം, അതായത് 4Fഉം 5Fഉം കമ്പയർ ചെയ്യുമ്പോൾ ഷീൽഡിംഗ് എഫക്റ്റ് കുറവ് ആർക്കാണ്? കുറവ് വരുന്നത്
വളരെ കുറവ് വരുന്നത് ആർക്കാണ്? 5F-നാണ്. അപ്പൊ ഷീൽഡിംഗ് എഫക്റ്റ് വളരെ കുറവ് മീൻസ് അവിടെ എന്താണ് സ്വാഭാവികമായിട്ടും ന്യൂക്ലിയർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ് ചെയ്യുക. ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞാൽ ആ എലമെന്റിന്റെ അല്ലെങ്കിൽ ആറ്റത്തിന്റെ സൈസ് വളരെ കുറയും. അതുകൊണ്ടാണ് ആക്ടിനൈഡ് കോൺട്രാക്ഷൻ ആണ് എന്ത് വളരെ കൂടുതൽ ആരേക്കാൾ ലാന്തനൈഡ് കോൺട്രാക്ഷൻ. കാരണം എന്താ? 4Fന്റെ ഷീൽഡിങ്ങും 5Fന്റെ ഷീൽഡിങ് പറയുമ്പം 5Fനാണ് എന്ത് ഷീൽഡിങ് വളരെ കുറവ്. മനസ്സിലായല്ലോ? പിന്നെ ഇതിന്റെ എഫക്റ്റുകൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാണ്ട് ലാന്തനൈഡ് കോൺട്രാക്ഷന്റെയും അതുപോലെ ആക്ടിനൈഡ് കോൺട്രാക്ഷന്റെയും എഫക്റ്റുകൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാ? ഒന്ന് അടുത്തടുത്ത നമ്മൾ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ സിർക്കോണിയം അതുപോലെ ഹാഫ്നിയം. ഇപ്പൊ സിർക്കോണിയം നോക്കുകയാണെങ്കിൽ 4D ഗ്രൂപ്പ് സീരീസിലെ എലമെന്റ് ആണ് സിർക്കോണിയം. അതുപോലെ 5D സീരീസിലെ എലമെന്റ് ആണ് ഹാഫ്നിയം. സിർക്കോണിയം അതുപോലെ ഹാഫ്നിയം. അപ്പൊ ഇത് ഒരു ഗ്രൂപ്പ് ആണല്ലോ. ഈ ഗ്രൂപ്പ് നോക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ലാന്തനൈഡ് കോൺട്രാക്ഷൻ മൂലം ഇവിടെ സിർക്കോണിയത്തിന്റെയും ഹാഫ്നിയത്തിന്റെയും സൈസ് എന്താണ്? വളരെ സിമിലർ സൈസ് ആണ് വരുന്നത്. അതായത് സിർക്കോണിയത്തിന്റെ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 160 പൈക്കോമീറ്റർ ആണ് ഇതിന്റെ സൈസ് വരുന്നതെങ്കിൽ ഇവിടെ ഹാഫ്നിയത്തിന്റെ ഏകദേശം എത്ര? 159 പൈക്കോമീറ്റർ വരുന്നുണ്ട്. നമുക്കറിയാം ഗ്രൂപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ താഴോട്ട് വരുന്നതോറും എന്താ സൈസ് കൂടാണ് വേണ്ടത്. ഇപ്പൊ സിർക്കോണിയം നോക്കുമ്പോൾ സിർക്കോണിയം ഹാഫ്നിയം കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ശരിക്ക് ഹാഫ്നിയത്തിന് കൂടാണ് വേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ്? സിമിലർ സൈസ് ആണ് വന്നത്. റീസൺ എന്താ? ഡ്യൂ ടു ലാന്തനൈഡ് കോൺട്രാക്ഷൻ. മനസ്സിലായല്ലോ? അപ്പോ ലാന്തനൈഡ് കോൺട്രാക്ഷൻ അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും? ഹാഫ്നിയവും സിർക്കോണിയത്തിന് നമുക്ക് സിമിലർ പ്രോപ്പർട്ടീസ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അതിനെ കെമിക്കൽ ട്വിൻസ് എന്നൊക്കെ വിളിക്കാൻ പറ്റും, സിർക്കോണിയത്തിന് ഹാഫ്നിയത്തിനൊക്കെ. പിന്നെ അതുപോലെ വേറൊരു എഫക്റ്റ് ആണ് ഇതിന്റെ എന്ത് ഡെൻസിറ്റി അതുപോലെ ഹാർഡ്നെസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ലാന്തനൈഡ്സിനെ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ലാന്തനൈഡ് കോൺട്രാക്ഷൻ മൂലം അല്ലെങ്കിൽ ആക്ടിനൈഡ് കോൺട്രാക്ഷൻ മൂലമൊക്കെ ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ കാര്യം കൂടെ അറിഞ്ഞു വെക്കുക. അപ്പൊ ഇതൊക്കെയാണ് ലാന്തനൈഡ് കോൺട്രാക്ഷന്റെ ആക്ടിനൈഡ് കോൺട്രാക്ഷന്റെ എന്ത് എഫക്റ്റ്. ഓക്കെ, ഇനി കുറച്ച് കോമൺ ആയിട്ടുള്ള ഒന്ന് രണ്ട് കോമ്പൗണ്ട്സുകൾ നോക്കാം. അതിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ സ്റ്റീല് ഒരു അലോയ് ആണല്ലോ. സ്റ്റീല് എന്തൊക്കെയുള്ളത് മെയിൻ ആയിട്ട്? ഒന്ന് അയണിന്റെ ഓക്സൈഡ്സ് ഉണ്ടാവും. ഓക്കെ, ഓക്സൈഡ്സ് ഓഫ് അയൺ ഉണ്ട്. പിന്നെ കാർബൺ ഉണ്ട്, ക്രോമിയം ഉണ്ട്, ദെൻ മാംഗനീസ്, നിക്കൽ. ഇതൊക്കെ പാടെ കൂടിയതാണ് ഇത് സ്റ്റീൽ എന്ന് പറയുന്നത് അല്ലെ? സ്റ്റീൽ ഒരു അലോയ് ആണല്ലോ. അപ്പോൾ ഓക്സൈഡ്സ് ഓഫ് അയൺ, കാർബൺ, ക്രോമിയം, മാംഗനീസ് ആൻഡ് നിക്കൽ. ഇതിന്റെ അളവ് പല സ്റ്റീലിൽ എന്ത് വ്യത്യാസപ്പെടും, എന്നാലും ഇതാണ് മെയിൻ കമ്പോണൻസ്. പിന്നെ വേറെ യൂസ് ഉണ്ടപ്പോ നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ TiO അതെന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? പിഗ്മെന്റ് ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ MnO2 യൂസ് ചെയ്യുന്നില്ലേ? MnO2 നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഡ്രൈ ബാറ്ററി സെല്ലിലൊക്കെ MnO2 യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ ബാറ്ററി ഇൻഡസ്ട്രി തന്നെ യൂസ് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട്. സിങ്ക്, നിക്കല്, കാഡ്മിയം, ഇതൊക്കെ എന്താ ബാറ്ററിയിൽ നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ വേറെ അലോയ് സിൽവർ UK കോയിൻ എടുക്കണം. സിൽവർ UK കോയിൻ ഇതിലെ കണ്ടന്റ് എന്താ ചോദിച്ചാല്, സിൽവർ UK കോയിന് കോപ്പറും നിക്കലും കൂടി ചേർന്ന അലോയ് ആണെന്ത്? സിൽവർ UK കോയിൻ. അതേപോലെ കോപ്പർ UK കോയിൻ ഉണ്ട്. കോപ്പർ UK കോയിൻ ആണെങ്കിൽ അതില് കോപ്പറും സ്റ്റീലും ആണ് അതിന്റെ കമ്പോണൻസ് വരുന്നത്. ഓക്കെ, കോപ്പർ UK കോയിനിൽ കോപ്പറും സ്റ്റീലും ആണ്. സിൽവർ UK കോയിൻ ആണെങ്കിൽ അതില് കോപ്പറും നിക്കലും ആണ് എന്ത് അതില് ഇൻഗ്രീഡിയന്റ് ആയിട്ട് അല്ലെങ്കിൽ കമ്പോണന്റ് ആയിട്ട് വരുന്നത്. പിന്നെ വേറൊരു കോമ്പൗണ്ട് പറയുകയാണെങ്കിൽ ഇപ്പോ AgBr നോക്കുകയാണെങ്കിൽ, ഓക്കെ, സിൽവർ ബ്രോമൈഡ് എടുക്കുകയാണെങ്കിൽ അത് എന്താ ഫോട്ടോഗ്രാഫ് ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. കാരണം എന്താ? ഈ AgBr എന്താ പറയാ, ഒരു നല്ലൊരു ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ കോമ്പൗണ്ട് ആണ്. അതുകൊണ്ടാണ് എന്ത് ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ് AgBr. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും ഇത്രയും ആളുകളെ അറിഞ്ഞു വെക്കുക. അപ്പോൾ ഇതാണ് D ബ്ലോക്ക് F ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലാന്തനൈഡ് സീരീസിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും തന്നെയാണ്
അത് റേഡിയോ ആക്റ്റീവ് അല്ല, നോർമൽ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ് ഏത്? ഈ പ്രോമെതീയം എന്നുള്ളത്. ഓക്കെ, പ്രോമെതീയം 61. ഇതെന്താണ്? ഇത് റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ലാന്തനൈഡ് സീരീസിൽ അല്ലെങ്കിൽ 4f സീരീസിൽ ഒരാൾ മാത്രമേ റേഡിയോ ആക്റ്റീവ് ഉള്ളൂ, അതാണ് പ്രോമെതീയം. ഓക്കെ, പ്രോമെതീയം. പിന്നെ ആക്റ്റിനൈഡ് സീരീസിൽ എന്താ? എല്ലാവരും കംപ്ലീറ്റ് എന്ത് തന്നെയാണ്? റേഡിയോ ആക്റ്റീവ് തന്നെയാണ്. പിന്നെ ഇതില് ഇതിന്റെ ഈ ഒരു ഒന്നുകൂടി യൂസ് പറയുകയാണെങ്കിൽ, ഇപ്പൊ എഫ് ബ്ലോക്കിൽ നിങ്ങൾ മിഷ് മെറ്റൽ എന്ന് കേട്ടിട്ടുണ്ടാവും. മിഷ് മെറ്റൽ ഒരു അലോയ് ആണ് മിഷ് മെറ്റൽ. ഇതിന്റെ കണ്ടൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് മിഷ് മെറ്റൽ ഉള്ളത്? മിഷ് മെറ്റലിൽ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ലാന്തനൈഡ്സ് ആണെന്ത് മെജോറിറ്റി ഉള്ളത്, അല്ലെങ്കിൽ 95% എന്ത് തന്നെയാണ്? നമ്മുടെ ലാന്തനൈഡ്സ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, 95% ലാന്തനൈഡ്സ് തന്നെയാണ് മിഷ് മെറ്റലിൽ ഉള്ളത്. അതിൽ ഓരോന്ന് നോക്കുകയാണെങ്കിൽ നോക്കൂ, അതിൽ സീറിയം 40 to 50% സീറിയം ഉണ്ട്. ദെൻ ലന്താനം വരുന്നത് ഏകദേശം എത്ര? 25 to 30% ലന്താനം വരുന്നുണ്ട്. പിന്നെ നിയോഡൈമിയം, ദെൻ പ്രസോഡൈമിയം, PR ഇതൊക്കെ എത്ര വരുന്നത്? ഏകദേശം 15 മുതൽ 20% വരെ വരുന്നുണ്ട്. അതായത് മൊത്തം നോക്കുകയാണെങ്കിൽ മിഷ് മെറ്റലിൽ ഏകദേശം 95%ഉം ശരിക്കും ആര് തന്നെയാണ്? ലാന്തനൈഡ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ ബാക്കി 5% ആര് വരും? 5% അയൺ വരും. Fe 5% വരുന്നുണ്ട്. പിന്നെ ബാക്കി ചിലതിൽ എന്ത് ട്രേസ് എലമെന്റ്സ് വരുന്നുണ്ട്. അത് മാഗ്നീഷ്യം, സിലിക്കൺ, കാൽഷ്യം തുടങ്ങിയ ട്രേസ് എലമെന്റ്സും മിഷ് മെറ്റലിൽ കാണപ്പെടാറുണ്ട്. അപ്പൊ ഈ മിഷ് മെറ്റൽ പൊതുവെ എവിടെയൊക്കെ യൂസ് ചെയ്യാറുള്ളത്? നമ്മള് ഗ്യാസ് ലൈറ്റർ അല്ലെങ്കിൽ ലൈറ്റേഴ്സ് ഉണ്ടല്ലോ, ലൈറ്ററിലെ ഫ്ലിന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോ സ്പാർക്ക് വരുന്നില്ലേ, അപ്പൊ അതിനൊക്കെ യൂസ് ചെയ്യുന്നത് ശരിക്കും എന്താണ്? മിഷ് മെറ്റലാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്ന് ചോദിച്ചാൽ ഇതിലിപ്പോ മെയിൻ കമ്പൗണ്ട് സീറിയം ആണല്ലോ. ഈ സീറിയത്തിന്റെ റാപ്പിഡ് ഓക്സിഡേഷൻ മൂലമാണ് മിഷ് മെറ്റല് സ്പാർക്ക് വരുന്നത്. പിന്നെ വേറെ യൂസ് എന്താ മിഷ് മെറ്റലിന്റെ? മെയിൻ ആയിട്ടുള്ള യൂസ് ഇതൊക്കെ തന്നെയാണ്. ഇനി നമ്മള് ചില ഇതിലെന്ത് എന്താ പറയാ, ഗൺസ് അതുപോലെ ഷെല്ലിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മിഷ് മെറ്റലിന്റെ യൂസ് വരുന്നുണ്ട്. ഓക്കെ, ഗൺസ് മീൻസ് നമ്മുടെ ബുള്ളറ്റ്, ഷെൽസ് ഇതിലൊക്കെ മിഷ് മെറ്റൽ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് അലോയ് സ്റ്റീലിന്റെ പ്രൊഡക്ഷൻ, അതിലൊക്കെ വരുന്ന മെയിൻ ആൾ തന്നെ ആര്? മിഷ് മെറ്റല്. പിന്നെ അതുപോലെ ലാന്തനോയിഡ്സിന്റെ ഓക്സൈഡുകൾ ഉണ്ടല്ലോ, അത് പെട്രോളിയം ക്രാക്കിങ്ങിലൊക്കെ കാറ്റലിസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ യൂറോപ്പിയം 2+, അതുപോലെ ഇട്ടർബിയം 2+, ഇതൊക്കെ എന്താണ്? നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. യൂറോപ്പിയം 2+ ആവട്ടെ, ഇട്ടർബിയം 2+ ആവട്ടെ, ഇതൊക്കെ എന്താണ്? നല്ലൊരു റെഡ്യൂസിങ് ഏജന്റുകളാണ്. അതേപോലെ ടെർബിയം 4+, TB4+ നോക്കുകയാണെങ്കിൽ എന്താണ്? നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. പിന്നെ സീറിയം 4+ നോക്കുകയാണെങ്കിൽ അത് ഒരു നല്ലൊരു അനലറ്റിക് റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അനലറ്റിക് റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് സീറിയം. അപ്പൊ ഇത്രയും ആളുകൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എന്തായാലും മിഷ് മെറ്റൽ എക്സാമിന് ചോദിച്ചതാണ്. മിഷ് മെറ്റൽ എന്ന് പറഞ്ഞാൽ 95%ഉം ലാന്തനൈഡ് എലമെന്റ്സ് തന്നെയാണ് വരുന്നത്. ബാക്കി 5% അയണും പിന്നെ കുറച്ച് മാഗ്നീഷ്യം, സിലിക്കൺ, കാൽഷ്യം പോലത്തെ ട്രേസ് എലമെന്റ്സും കാണപ്പെടുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡിയും എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.